നമ്മുടെ പ്രിയപ്പെട്ടവർ, കൂടപ്പിറപ്പ്, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ സകലരും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ മറന്നു എന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി നിന്ന ഒരാള്, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച ഒരാള് ഈ ലോകം മുഴുവൻ മറന്നു എന്ന് പറഞ്ഞാലും തലയ്ക്ക് മുകളിൽ നിന്നും ജീവിക്കുന്ന ദൈവം നിന്നെ മറക്കില്ല. ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനം, അതിനകത്ത് ദൈവം എനിക്ക് എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ടോ അത് മുഴുവൻ എനിക്ക് ലഭിക്കണം. അത് മുഴുവൻ എനിക്കും എൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിടയാകണം. വചനം ഒരാളുടെ അകത്ത് വരുമ്പോൾ ആ വചനം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എങ്ങനെയാണത് മനസ്സിലാക്കുക? വചനം സ്വീകരിക്കുമ്പോൾ, ആ വചനം നമ്മുടെ അകത്ത് സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മളെ നിയന്ത്രിക്കും. എങ്ങനെ നിയന്ത്രിക്കും? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അത് വേണ്ട, അതങ്ങനെ ചെയ്യണ്ട, അതത്ര ശരിയാകത്തില്ല, നമ്മുടെ അകത്തുനിന്ന് ആരോ നിയന്ത്രിക്കുന്ന പോലെ തോന്നും. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കേവലം ഒരു കേൾവിക്കോ ഒരു സന്തോഷത്തിനോ മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കും. അത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, അത് ചെയ്യണ്ട, അത് പറയണ്ട, ആ വഴിക്ക് പോകണ്ട, ആ വ്യക്തിയെ മൈൻഡ് ചെയ്യരുത്, അല്ല ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണം. അകത്ത് നിന്നൊരു നിയന്ത്രണമുള്ളതുപോലെ ദൈവത്തിൻ്റെ നിയന്ത്രണം അനുഭവിക്കാൻ അതൊരു ഭാഗ്യമാണ്. ഒരു ചതിയിലും ചെന്ന് വീഴാതെ ആ നിയന്ത്രണം നമ്മളെ ശക്തമായി സഹായിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ഓർത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നവർ, ഗർഭിണികളായിട്ടുള്ളവർ, പ്രായമായ മാതാപിതാക്കൾ, എല്ലാവരെയും ഓർത്ത് സ്നേഹത്തിൻ്റെ ഒരു ചരടിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ ദൈവത്തിൻ്റെ നിയന്ത്രണമെന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ നിയന്ത്രണം, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പം അതിനെ നിയന്ത്രിക്കുന്ന പോലെയാണ്. ആ കുഞ്ഞിന് ആഗ്രഹമുണ്ട് അങ്ങോട്ടൊന്ന് ഓടണം, ഇവിടെ ഒരു 2 ചാട്ടമൊക്കെ ചാടണം, അതുപോയി എടുക്കണം, ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ അമ്മ അതിനെ നിയന്ത്രിച്ചിരിക്കുക. ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ പറ്റില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും. ആ കരം നമ്മളെ മുറുകെ പിടിക്കുമ്പോൾ നമ്മളെ ആ കരം സ്നേഹത്തോടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിങ്ങളെ നിയന്ത്രിക്കട്ടെ. കരങ്ങളെ ചേർത്ത് ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടുമില്ല. അർത്ഥമറിഞ്ഞ് അറിയാവുന്നൊരു പാട്ടാണ്, ചേർന്ന് പാടുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. അർത്ഥമറിഞ്ഞ് പാടുമോ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. അതുകൊണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ആമേൻ. പരിശുദ്ധാത്മാവേ,
ഇന്ന് കേൾക്കുന്ന ആ വചനം ഞങ്ങളുടെ ജീവിതത്തിനൊരു വലിയ അനുഗ്രഹമായി മാറണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാൻ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി എല്ലാവരെയും ഓർക്കുന്നു, വളരെ സ്നേഹത്തോടെ കാണുന്നു. നല്ല സഹിച്ച ഇവിടെ ഇരിക്കുന്നതെന്നറിയാം. എല്ലാ തരത്തിലും നല്ല ശരീരത്തിന് നല്ല ചൂട് അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്താണ് നിങ്ങളിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല, ഒരു പ്രോഗ്രാം കാണാമെന്നിരിക്കുമല്ല, ദൈവത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹത്തിന് വേണ്ടി വന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അത്രയും ബഹുമാനത്തോടും ശ്രേഷ്ഠതയോടും കൂടെയാണ് നിങ്ങളെ കാണുന്നത്. അതൊരനുഗ്രഹമായിട്ട് കാണുന്നു. ഒത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളെ സ്നേഹത്തോടെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ നിയന്ത്രിക്കും. നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. നമ്മുടെ അകത്തിരുന്ന് ആരോ പറയുന്ന പോലെ അത് വേണ്ട, അത് പറയണ്ട, അത് ചെയ്യണ്ട. അത് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ആ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞതുപോലെ അമ്മയോ അപ്പനോ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ മുറുക്കെ പിടിക്കും, നല്ലപോലെ ചേർത്ത് മുറുക്കെ പിടിക്കും. ആ കൊച്ചിന് ആഗ്രഹമുണ്ട് അങ്ങോട്ടൊന്ന് പോകണം, ആ റോഡ് ക്രോസ് ചെയ്ത് പോകണം, ഒരു 2 ചാട്ടം ചാടണം, എല്ലാവരും ഇടയ്ക്കൂടെ പോയി സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ സ്നേഹത്തോടെയുള്ള ഈ ചേർത്ത് പിടിക്കൽ വിട്ടിട്ട് വേണ്ടേ ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ? സ്നേഹത്തോടെയുള്ളൊരു ചേർത്ത് പിടിക്കലാത്. അത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ നിയന്ത്രിക്കുന്ന പോലെ തോന്നും. സ്നേഹത്തോടെ പറയാം, അത് നന്മയ്ക്കാണ്. പിന്നീടത് നമ്മുടെ ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാവും. അത് നന്മയ്ക്കാണ്, അത് അനുഗ്രഹത്തിനാണ്, അത് സൗഖ്യത്തിനാണ്. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഈ വചനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഭാഗത്ത് ഇരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഡിസ്ട്രിക്ട് ജഡ്ജാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള. അവരുടെ കുടുംബവുമാണ്. അതിന് മുമ്പ് അദ്ദേഹം കോട്ടയം കോടതി ജഡ്ജിയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ജഡ്ജിയായി സേവനം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠയായ സഹോദരിയാണ്. അവരെ നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. കൂടെ വന്നിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ മുൻ മേയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്നിരുന്ന ആ മാന്യ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിൽ നിലയും വിലയും ഉയർന്ന സ്ഥാനവും ഒക്കെയുള്ള ഒത്തിരി മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്, സന്തോഷത്തോടെ കാണുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനൊക്കെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് കേൾക്കുന്നൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ജോസഫ്, ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരധ്യായമാണ് 37-ാം അധ്യായം. ഹല്ലേലൂയ. ഈ വചനം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കഷ്ടകാലമായിരുന്നു പുള്ളിക്ക്. 17 വയസ്സ് മുതൽ 17-ാമത്തെ വയസ്സിലാണ് സഹോദരന്മാർ പുള്ളിനെ കിണറ്റി തള്ളിയിടുന്നത്, ജയിലിൽ കിടക്കേണ്ടി വന്നത്. അങ്ങനെ 30 വയസ്സ് വരെ ഈ വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ നല്ല കാലമല്ലായിരുന്നു. എല്ലാവരും എതിരായിരുന്നു, കഷ്ടകാലമായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ 30-ാമത്തെ വയസ്സിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി, പ്രധാനപ്പെട്ട ഒരാളായി രാജ്യത്തിൻ്റെ മാറി. 110 വയസ്സ് വരെയാണ് ജീവിച്ചത്. 30 വയസ്സ് തൊട്ട് ആയുസ്സെത്തുന്നത് വരെ പിന്നീട് ജീവിച്ചത് രാജാവായിട്ടാണ്. കാര്യം കുറച്ച് വർഷം 10-18 വർഷത്തോളം സഹിച്ചെങ്കിലും
പിന്നീട് അനുഗ്രഹത്തോടെ 80 വർഷക്കാലം ജീവിച്ചത് ഭിക്ഷക്കാരനായിട്ടല്ല, രാജാവായിട്ടാണ് ജീവിച്ചത്. നമ്മുടെ അതാ മുമ്പേ പാടിയത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും എന്നും ഇങ്ങനെ കാറ്റായിട്ട് അടിച്ചുകൊണ്ടിരുന്നിട്ടില്ല. ചില അനുഗ്രഹമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. നന്നായി ജീവിക്കാനുള്ള ദൈവാനുഗ്രഹം ദൈവം നമുക്ക് തരും. ആ ഒരു മനുഷ്യനെക്കുറിച്ച് പ്രസംഗിക്കാൻ, ഇദ്ദേഹം ഇങ്ങനെ അനുഗ്രഹം ഉണ്ടാകാനുള്ളൊരു കാരണത്തെക്കുറിച്ച് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. ഒരിക്കൽ ജോസഫിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. എന്ത് കൊടുത്തു? സ്വപ്നം. ഇതേ സ്വപ്നം നമ്മളാ കാണുന്നേ പറയും, ഒരു പൊട്ട സ്വപ്നം വന്നിരിക്കുന്നു. ഇതൊക്കെയാണോ സ്വപ്നം? കുറേ പാടവും നെല്ലും ഗോതമ്പും അതിൻ്റെ കതിരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നു, നേരെ നിൽക്കുന്നു. ഇതൊക്കെയാണോ സ്വപ്നം? ദൈവം കൊടുത്ത സ്വപ്നത്തെ മുറുകെ പിടിച്ച വ്യക്തിയാണ് ജോസഫ്. ദൈവം നിങ്ങൾക്കിന്ന് നൽകുന്ന വചനത്തെ മുറുകെ പിടിച്ചാൽ എവിടെയും നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുവാണ്. ജോസഫ് എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് 7-ാമത്തെ വാക്യം, 1-ാമത്തെ സ്വപ്നം. 2 സ്വപ്നമായി ഇദ്ദേഹം കണ്ടത്. 1-ാമത്തെ സ്വപ്നം, നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളുടെ കൃഷിഭൂമിയിൽ നെല്ല് ഗോതമ്പോ കൊയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ഞാൻ കൊയ്ത് പാടത്ത് വച്ച കറ്റ നേരെ നിൽക്കുന്നു. സഹോദരന്മാർ കൊയ്ത കറ്റകളെല്ലാം ഗോതമ്പിൻ്റെയോ നെല്ലിൻ്റെയോ ഭാരം കൊണ്ടിങ്ങനെ താന്നു നിൽക്കുന്നു. ഇതാണ് കണ്ട സ്വപ്നം. ഇത് കണ്ടപ്പോൾ സഹോദരന്മാർ പരിഹസിച്ചു. നീ എന്താ ഞങ്ങളെ ഭരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? നീ വലിയ ആളാകും, ഞങ്ങളെല്ലാം നിന്നെ കുമ്പിട്ട് ആരാധിക്കുമെന്നാണോ വിശ്വസം? നടക്കത്തില്ലെന്ന് പറഞ്ഞു. ചില സ്വപ്നങ്ങൾ ദൈവം നമുക്ക് തരുന്നതാണ്, ചില വചനങ്ങളും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് കാരണമാണ്. ഞാൻ പറയാം, ജോസഫ് എപ്പോഴെങ്കിലും ചിന്തിച്ചോ, ഇതൊക്കെ എന്നാ സ്വപ്നമാണ്? കുറേ പാടവും നെല്ലും ഗോതമ്പും കതിരും, ഇതൊക്കെ എന്നാ സ്വപ്നമാണെന്ന് പറഞ്ഞ് പുള്ളി തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ ഒരൈശ്വര്യവും പുള്ളിക്കുണ്ടാകത്തില്ലായിരുന്നു. ദൈവം കൊടുത്ത സ്വപ്നമാണേ പോലും ആ സ്വപ്നത്തെക്കുറിച്ച് സഹോദരന്മാർ പരിഹസിച്ചപ്പോഴും ദൈവം കൊടുത്ത സ്വപ്നത്തെ പോലും അതിന് വില കൊടുത്ത ആളുടെ പേരാണ് ജോസഫ്. ഹല്ലേലൂയ. ദൈവം നൽകുന്നതിന് വില കൊടുത്താൽ ദൈവവും നിങ്ങൾക്കൊരു നല്ല വില നൽകാതിരിക്കത്തില്ല. ഞാനിവിടെ എന്നേക്കാൾ ശ്രേഷ്ഠരായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ വലിയ വീട്ടിൽ ജനിച്ചത് കൊണ്ടോ വലിയ പാരമ്പര്യമുള്ളത് കൊണ്ടോ വലിയ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ അല്ല. ഇവിടെ ഇരിക്കുന്ന പലരുടെയും അത്രയും വിദ്യാഭ്യാസ യോഗ്യതയോ കുടുംബ യോഗ്യതയോ എനിക്കില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ച ആൾ പോലുമല്ല. ആദ്യത്തെ പരീക്ഷയിൽ തോറ്റ് പാരൽ കോളേജിൽ പോയി 2ാമതും പഠിച്ച് എഴുതി കഷ്ടി ജയിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രസംഗിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷെ ഇവിടെ നിൽക്കാൻ കാരണം ഞാൻ ദൈവത്തിനും ദൈവവചനത്തിനും ഒരു കാലത്ത് കൊടുത്ത വിലയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു അനുഗ്രഹമായി മാറിയത്. ജോസഫിന് ദൈവം കൊടുത്തത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെ പുള്ളി മുറുകെ പിടിച്ചു. ഈ സ്വപ്നം കൊണ്ട് തന്നെ പുള്ളി രക്ഷപ്പെട്ടു. പിന്നീട് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം പുള്ളിക്ക് കിട്ടി. രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും ചെയ്യാൻ പറ്റാത്തത് ചിലപ്പോൾ നാളുകളിൽ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ആരുടെയും മനസ്സിൽ തോന്നാത്തൊരു ഐഡിയ ദൈവം നിങ്ങൾക്ക് തരും. ആരും ഇന്നു വരെ തോന്നാത്ത ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ദൈവം നിങ്ങൾക്ക് തരും. നമ്മളോട് ചോദിക്കും, നിനക്ക് എവിടുന്ന് കിട്ടിയ ഐഡിയ? ആർക്കും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച്
നിങ്ങളെ മുൻപന്തിയിലെത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. 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 ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വഴക്ക് കൂടാൻ പോവല്ല്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വഴക്ക് കൂടി എത്താൻ നോക്കിയവ പലരും ഒരു സ്ഥാനത്തും എത്താതെ പുറകെ കിടപ്പുണ്ട്. എവിടെയും മുന്നിൽ കയറാൻ വേണ്ടി വഴക്കുണ്ടാക്കണ്ട, ഒന്നും ആകാതെ പോവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്ക്. ദൈവം ഉയർത്തി എത്തേണ്ടിടത്ത് മാന്യമായി എത്തിച്ചോളും. ഹല്ലേലൂയ. ആമേൻ. അവിടെ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിൻ്റെ കരമായിരിക്കും. ആമേൻ. ചില കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതാ 9-ാമത്തെ വാക്യം. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ പുച്ഛിച്ച് കളഞ്ഞായിരുന്നേ രണ്ടാമതൊരു സ്വപ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ദൈവം തരുന്ന എന്തിനേയും സ്നേഹിച്ച് സ്വീകരിച്ച് അത് വീണ്ടും വീണ്ടും അത് അനുഗ്രഹമായിട്ട്. ഹല്ലേലൂയ. ആമേൻ. അതെന്ത് കാര്യമായാലും നിങ്ങൾ ദൈവം തന്ന സമ്പത്തിനെ നന്ദിയോടെ സ്വീകരിച്ച് ആ സമ്പത്ത് ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നു. എന്ത് ചെറിയ കാര്യമായാലും, എനിക്കിത്രേ ഉള്ളൂ, എനിക്കിതേ ഉള്ളൂ, എൻ്റെ ഈ പൊട്ട വീടാ, ഈ പൊട്ട വണ്ടിയേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. ദൈവം തന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അത് നിനക്ക് കാലക്രമത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്. രണ്ടാമതെന്തോ കണ്ട സ്വപ്നം. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. ഞാൻ വേറെ ഒരു സ്വപ്നം കൂടി കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളൂടെ എന്നെ താണു വണങ്ങി. എന്നെ വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ആര് കേട്ടാലും ചിരി വരും. ഇതെന്നാ സ്വപ്നമായത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പുള്ളിനെ കുമ്പിട്ട് നിൽക്കുന്നത് പുള്ളി എങ്ങനെ കണ്ടു? ഇതെന്നാ സ്വപ്നമാ? കേൾക്കുമ്പോൾ ഇത് പൊട്ട സ്വപ്നമാണെന്ന് തോന്നിയാലും ജോസഫ് ദൈവം കൊടുത്ത സ്വപ്നത്തിന് അത്രയും വില കൊടുത്താ സ്വീകരിച്ച്. സഹോദരന്മാർ ഈ സ്വപ്നം കേട്ടപ്പോൾ എന്നാ സ്വപ്നമായത്? നീ ഞങ്ങളെ ഭരിക്കൂന്നാണോ വിചാരിക്കുന്നേ? പരിഹസിച്ചു, ദ്വേഷിച്ചു, ദേഷ്യപ്പെട്ടു. ജോസഫ് പറഞ്ഞില്ല, ഇത് പൊട്ട സ്വപ്നമാണ്, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. അതിനെ സ്വീകരിച്ചത്. ഞാൻ നിങ്ങളോട് ഈ അകത്തും പുറത്തും ഒക്കെ ഇരുന്ന് വചനം കേൾക്കുന്നവരോടും ത്യാഗത്തോടെ ഇരിക്കുന്നവരോടും പറയാം, ദൈവം തരുന്നൊരു വചനമാകാം, ദൈവം നിനക്ക് തരുന്നൊരു സമയമാകാം. അതിനെ ഗൗരവമായി കണ്ടാൽ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മക്കളെയും ദൈവവും ഗൗരവമായി തന്നെ കാണും. വിശ്വസിക്കുന്നു. ഇന്ന് ആകെ ദരിദ്രനെ പോലെ ആണേലും ദൈവത്തിനറിയാം നാളുകളിൽ രാജാവിനെ പോലെ നിങ്ങളെ നടത്തിക്കാൻ. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളവന്റെ മുമ്പിലാ നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ വില കൊടുത്ത ഈ ജോസഫിനെ സഹോദരന്മാർ എവിടെ ഇട്ടു എന്നറിയാമോ? അതൊന്ന് വായിക്കാം. 37-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. ആര്? നാട്ടുകാരോ ദേശക്കാരോ ശത്രുക്കളോ അല്ല, ഒപ്പം നിന്നവർ. നമ്മളെയൊക്കെ ചില കുഴികളിൽ തള്ളിയിടുന്നവർ അങ്ങ് ദൂരെ നിന്നും വരുന്നവരല്ല, കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. ശ്രദ്ധിച്ചോണം. സഹോദരന്മാർ അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അതേത് കുഴിയായിരുന്നു? അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞിനെ പോലും ഇടുകയല്ല. നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത ഒരു പട്ടിയെപ്പോലും നമ്മൾ ഒരു നായയെപ്പോലും കൊണ്ട് ഇടത്തില്ല. നമ്മുടെ മനസ്സ് വിഷമിക്കും. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും, അല്ല എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും വെക്കുള്ളൂ. നമ്മൾ കുഴിയിലൊന്നും തള്ളിയിടാൻ നിൽക്കത്തില്ല. ഇവിടെ തള്ളിയിട്ടത് ഒരു പൂച്ചക്കുഞ്ഞിനെയോ ഒരു പട്ടിക്കുഞ്ഞിനെയോ ഒന്നും അല്ല. എന്തിനെയാ? സ്വന്തം കൂടപ്പിറപ്പിനെ. എവിടെ തള്ളിയിട്ടു? പൊട്ടക്കിണറ്റിൽ. നോർമലായ ഒരു ചോദ്യം ഈ ബൈബിളിൽ എഴുതേണ്ടതാ. പുള്ളി 1 വർഷത്തേക്ക് ഹോസ്പിറ്റലൈസിലായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പുള്ളിയുടെ നട്ടലിനൊരു ക്ഷതം വന്നു, കാലിൻ്റെ അസ്ഥി പൊട്ടി, മുട്ടുചിരട്ട പൊട്ടി, ആകെ തലയെല്ലാം പൊട്ടി പുള്ളി കിടക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ട് രക്ഷപ്പെടുത്തി എന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നോർമലായ ഒരു സംശയമുണ്ട്. നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചുമ്മാ ചാടിയാലും നമ്മുടെ ഒരു 5-6 മാസം പോക്കാം. നമ്മൾ നല്ല പരിക്ക് പറ്റും, മൊത്തം ശരീരം ഇളകിപ്പോകും, നമ്മളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇത് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ടും ഈ പുള്ളിക്ക് എന്നാ ഒന്നും പറ്റാഞ്ഞ്?
ഈ പുള്ളിക്ക് എന്നെ ഒന്നും പറ്റാൻ, ഞാൻ പുള്ളിയുടെ കാലൊടിഞ്ഞില്ല, തല പൊട്ടിയില്ല, നട്ടെല്ല് പൊട്ടിയില്ല, ബ്ലീഡിങ് ഉണ്ടായില്ല, പരിക്ക് പറ്റിയില്ല, കൈയുടെ എല്ല് തിരിഞ്ഞു പോയില്ല, ഒന്നും പറ്റിയില്ല. ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് വില കൊടുക്കുന്നവനെ, ദൈവവചനത്തെ വിലയോടെ അങ്ങ് സ്വീകരിക്കുന്നവനെ ഏത് പൊട്ടക്കിണറ്റിൽ ആര് തള്ളിയിട്ടാലും ദൈവം അവനെ ഉള്ളംകൈയിൽ എന്ന പോലെ പൊതിഞ്ഞ് പിടിച്ചിരിക്കും. അവൻ സുരക്ഷിതനായിരിക്കും ഏത് കുഴിയിലും ഏത് പൊട്ടക്കിണറ്റിലും. ഇനി ബൈബിളിൽ എഴുതാത്തൊരു കാര്യം, നമ്മുടെ മനസ്സിൽ വന്നൊരു കാര്യം പ്രസംഗിക്കുവാണ്, പറയുവാണ്. ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ ജോസഫിനോട് ചോദിക്കുവാന്നിരിക്കട്ടെ, അല്ല ജോസഫ്, നിന്റെ സഹോദരന്മാർ നിങ്ങളെ കുഴിയിലൊക്കെ തള്ളിയിട്ട് നിനക്കെന്നാ ഒന്നും പറ്റാഞ്ഞത്? ജോസഫ് പറയും, എൻ്റെ സഹോദരന്മാർ എന്നെ തള്ളി കുഴിയിലിട്ടപ്പോഴും എൻ്റെ ദൈവം ആ കുഴിയിൽ എന്നെ കൈവെള്ളയിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് വീണത് പാറയുടെ പുറത്തല്ല, ഞാൻ ചെന്ന് വീണത് ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലായിരുന്നു. ഇതിവിടെ ഇരിക്കുന്ന പലരുടെയും സാക്ഷ്യമാണ്, എൻ്റെയും സാക്ഷ്യമാണ്. നമ്മളെ പലരും തള്ളിയിട്ടപ്പോഴും നമ്മളെന്നാ തകർന്നു പോകാഞ്ഞ്, പലരും ചതിച്ചപ്പോൾ നമ്മളെന്നാ തീർന്നു പോകാഞ്ഞ്, നമ്മുടെ ജീവിതം അവസാനിച്ചു പോകാഞ്ഞത്, നമ്മൾ ദൈവത്തിന് വില കൊടുത്താൽ, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചാൽ ഏത് പൊട്ടക്കിണറ്റിൽ തള്ളിയിടേണ്ട ഒരു അവസ്ഥ, തള്ളിയിട്ട് വീണുപോയൊരവസ്ഥയുണ്ടായാലും അവിടെയും ഉണ്ടാകും നിന്നെ ഉള്ളംകൈയിൽ എന്ന പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരെയും ഈ വ്യക്തി ഇത്ര കരുതാൻ എന്നാ കാരണം? ഈ വ്യക്തിയെ ദൈവം ഇത്രയും കരുതാൻ കാരണം, ദൈവം കൊടുത്ത 2 സ്വപ്നത്തെ നോക്കിയിട്ട് ജോസഫ് പറഞ്ഞില്ല, ഞാനൊരു പൊട്ട സ്വപ്നം കണ്ടു, ചുമ്മാ നെല്ലും പൂവും കായും, ഞാൻ സൂര്യനും ചന്ദ്രനും എല്ലാം കൂടെ ഇങ്ങനെ എന്നെ വണങ്ങുന്നു, ഇങ്ങനെ ജോസഫ് പറഞ്ഞില്ല. ആ സ്വപ്നത്തെ, ദൈവം കൊടുത്ത ആ ദർശനത്തെ, ആ സ്വപ്നത്തെ, അത് പുള്ളി 2 കൈ കൊണ്ടും മുറുക്ക ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. നിങ്ങൾ സ്വപ്നമല്ല കേൾക്കുന്നേ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ്റെ ജീവിതത്തെ എല്ലാ കാലത്തും ദൈവം സംരക്ഷിച്ചിരിക്കും. ഒരു പൊട്ടക്കുഴിയിൽ വീണുപോയാൽ പോലും ഒരു ദോഷവും നിനക്ക് വരാതെ, ഒരു പരിക്കും വരാതെ, ഒരു കുറവും വരാതെ ദൈവം നിങ്ങളെ സംരക്ഷിച്ചിരിക്കും. അപ്പൊ ദൈവത്തിന് എന്തറിയാം? ദൈവത്തിൻ്റെ വചനത്തെ വില കൊടുക്കുന്നവനെ, ആ കുടുംബത്തെ, മക്കളെ സംരക്ഷിക്കാൻ ദൈവത്തിനറിയാം. ഒരു കരം ഉയർത്തി, ആ ശബ്ദം ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിനും ഈ ദൈവം കൊടുത്ത സ്വപ്നത്തിനും വില കൊടുത്ത ജോസഫിന് എന്ത് അനുഗ്രഹമാണ് ഉണ്ടായെന്ന് 39-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. നല്ലൊരു വാക്യമാണ്. ദൈവം കൊടുത്ത 2 സ്വപ്നത്തിന് അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. അതിനെ പുച്ഛിച്ചില്ല, അതിനെ കളിയാക്കിയില്ല. സഹോദരന്മാർ കളിയാക്കി, ദ്വേഷിച്ചു, പുള്ളി അതിനെ കളിയാക്കിയില്ല. ഇതൊരു പൊട്ടസ്വപ്നമാണെന്ന് പറഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വരും, കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പം ചിലർ നിങ്ങളുടെ കരങ്ങളിൽ ശിരസിൽ കരങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ പറയും. പിള്ളേർ നന്നായിട്ട് രക്ഷപ്പെടും കേട്ടോ എന്ന് പറഞ്ഞാൽ, ഈ പുള്ളി എന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഓർത്തോ, അത് ദൈവം നിങ്ങളെ കാണിച്ച സ്വപ്നമാണ്. വീടില്ലാത്തൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, നല്ല വഴിയറമ്പിൽ ബസ്സൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു വീടും പറമ്പുമൊക്കെ മേടിക്കുമല്ലോ, ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കേണ്ട, അത് ദൈവം നിന്നെ കാണിച്ച സ്വപ്നമായി ഇപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചിലർ പറയും, എന്നെ ഒരാൾ ചതിച്ച് ഞാൻ ആ കുടുക്കത്തിൽ തകർന്നു കിടക്കുക, അതൊക്കെ നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ, അത് ദൈവം നിങ്ങളെ കാണിക്കുന്ന സ്വപ്നമാണ്. സ്വപ്നം കാണിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ദർശനങ്ങളെ കാണിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ രക്ഷപ്പെടൂന്ന്? അത് ദൈവം നിന്നെ കാണിച്ച സ്വപ്നമാണ്, രക്ഷപ്പെട്ടിരിക്കും. ഏത് പൊട്ടക്കിണറ്റിലാണേലും അവിടുന്ന് കരകയറ്റാൻ ദൈവത്തിന് പറ്റും. സാമ്പത്തികം തകർന്ന് ചില പൊട്ടക്കിണറ്റിലുള്ളവരുണ്ട്, കുടുംബജീവിതം തകർന്നതിൻ്റെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവരുണ്ട്, മക്കളുടെ കാര്യം ഓർത്ത് വിഷമിച്ച്
പൊട്ടക്കിണറ്റി കിടക്കുന്നവരുണ്ട്. ഉണ്ട്. ഞാനൊരു കാര്യം ഇങ്ങനെ ഓർക്കുവാണ്, ഒരു മകൻ, ആ മകൻ മദ്യവും മയക്കുമരുന്നും ലഹരിയെല്ലാം ഉപയോഗിച്ച് അവൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയമാണ് ആ വ്യക്തിക്ക്, ആ വീട്ടുകാർക്ക് മുഴുവൻ. ആ വ്യക്തിയെ ഒരു ദിവസം സ്വന്തം അപ്പനെ ഒറ്റയടി കൊടുത്തിട്ട് ആ കൈയുടെ ഞരമ്പ് ആ മനുഷ്യൻ്റെ പൊട്ടിപ്പോയി. കഥയൊന്നുമല്ല, ഒരു കാര്യം എടുക്കാൻ വേണ്ടി കുരിഞ്ഞപ്പോൾ ലഹരിക്കടിമയായ മകൻ ഒറ്റയടി കൊടുത്തതാണ്. ആ മനുഷ്യൻ്റെ, പ്രായമായ ആ മനുഷ്യൻ്റെ ഈ ഞരമ്പ്, ഇങ്ങോട്ടുള്ള ഞരമ്പ് കട്ടായി പോയി ഒറ്റ ഇടിക്ക്. ആ കൈ കൊണ്ട് ഇപ്പോൾ ഈ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് സെറ്റിയിലിരുന്ന് തലയും താഴ്ത്തിയിരുന്ന് കരയുവാണ്. അപ്പോൾ ആ മനുഷ്യൻ, കഴിഞ്ഞ ആഴ്ച ഞാനിത് സൂചിപ്പിച്ച, അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, ചെമ്മയം പൊക്കോ, ചിലപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ വരും, അവൻ വരുമ്പോൾ ഞങ്ങൾ വേഗം റൂമിനകത്ത് കയറി അടച്ചിരിക്കും, പേടിയാണ്. അവൻ ഒറ്റയ്ക്ക് ഭക്ഷണം എടുക്കും, കഴിക്കും, പോവും. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കാര്യം കേട്ടു. ആ ഭയങ്കര മാറ്റം അവനെന്ന്, ഭയങ്കര മാറ്റം, സന്തോഷത്തോടെ മിണ്ടാൻ തുടങ്ങിയെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വില കൊടുത്താൽ ഏത് പൊട്ടക്കിണറ്റിൽ നിന്നും പതുക്കെ ആയാലും കയറാൻ തുടങ്ങിയിരിക്കും. എവിടെയും ആകട്ടെ, ഇന്ന് ഇവിടെയും കാണും ചില പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവർ. സാരമില്ല കേട്ടോ, അതിൽ നിന്ന് കയറ്റി രാജാവിനെ പോലെ നടത്താൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ. ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫാണ് ജീവിതത്തിൻ്റെ 80 വർഷം രാജാവിനെ പോലെ പുള്ളി ജീവിച്ചേ, രാജാവിനെ പോലെ. ഹല്ലേലൂയ. ഇനി ഈ ജോസഫ് ദൈവത്തിന്റെ സ്വപ്നത്തിന് വില കൊടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹം 39-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. കർത്താവ് ജോസഫിന്റെ, വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവിടെ. ദൈവത്തിന്റെ വചനത്തിന് വില കൊടുത്തവന്റെ കൂടെ ദൈവവും ഉണ്ടായിരിക്കും. നാടുണ്ടോ, നാട്ടുകാരുണ്ടോ, പ്രിയപ്പെട്ടവരുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, മിത്രങ്ങളുണ്ടോ എന്നറിയാൻ പാടില്ല. ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തപ്പോൾ അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ആരോ പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ സഹനമായിരിക്കും, പ്രശ്നമായിരിക്കും. ഇനി എന്താ എഴുതിയിട്ടുള്ളത്? തൊട്ടടുത്ത വാക്യം, എല്ലാ കാര്യങ്ങളിലും. ഒന്നും കൂടെ ആ വാക്ക് വായിക്ക്. എല്ലാ കാര്യങ്ങളും. അവിടെ ഒരു മലയാള വാക്കുണ്ട്, എല്ലാ കാര്യവും. 1-2 കാര്യമല്ല, ദൈവം കൊടുത്ത 2 സ്വപ്നത്തിന് വില കൊടുത്തവന്റെ എല്ലാ കാര്യവും എവിടെ എത്തി? അവന് ശ്രേയസ്സുണ്ടായി. ഉറക്കെ വായിച്ച അവസാനത്തെ വാക്ക്, അവന് ശ്രേയസ്സുണ്ടായി എന്ന് പറഞ്ഞാൽ അവന് അഭിവൃദ്ധി ഉണ്ടായിന്ന്, അവന് ഉയർച്ചയുണ്ടായിന്ന്. ഇവൻ ഈ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി എന്തുവാ ചെയ്തത്? ദൈവം കൊടുത്ത 2 സ്വപ്നത്തിന് പോലും വില കൊടുത്തവന്റെ എല്ലാ കാര്യവും ശ്രേയസ്സിലായെന്ന്. ഇത് ചുമ്മാ പറയാം, ഒരു കഥപുസ്തകത്തിലെ വാക്കുകൾ വായിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുവല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്തെല്ലാം മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുക. ജോസഫ് എന്ന വ്യക്തി ഒരിക്കലും ദൈവം കൊടുത്ത സ്വപ്നത്തെ നോക്കിയിട്ട് പറഞ്ഞില്ല, ഇതാണോ സ്വപ്നം, പുറേ നെല്ലും കതിരും പൂവും ചെളിയും കായും പാടവും ഇതൊക്കെ എന്നാ സ്വപ്നമാണെന്ന് പുള്ളി പറഞ്ഞില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഇതൊക്കെ എന്നാ സ്വപ്നമാണെന്ന് പറഞ്ഞില്ല. അതിനെ സ്വീകരിച്ചത് കൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും, പറഞ്ഞു എല്ലാ കാര്യവും, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട, മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും തകർച്ചയുണ്ടായി എന്നാണോ, തോറ്റുപോയി എന്നാണോ, നാണം കെട്ടുപോയി എന്നാണോ എഴുതിക്കേ? എല്ലാ കാര്യത്തിലും ശ്രേയസ് ഉണ്ടായി. ദൈവത്തിന്റെ വാക്കു കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാ കാര്യത്തിലും ഈ 1-ാം തീയതി ഒരു പ്രവചനം പോലെ, ദൈവത്തിന്റെ ഒരു പ്രവചനം പോലെ ദൈവത്തിന്റെ ഒരു ദൂത് പറയുക. 1-ാം തീയതി, 1-ാം തീയതിയാ, മെയ് 1-ാം തീയതിയാ. ഈ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ, എല്ലാ കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, എല്ലാ കാര്യത്തിലും ശ്രേയസ് ഉണ്ടാകും. ആർക്ക്? എല്ലാത്തിനെയും വിമർശിച്ച് ആരെ കൊണ്ടുപറ്റും? ഇതൊക്കെ എന്നാ പ്രസംഗമാ, ഇതാണോ, ഇയാളാണോ പ്രസംഗിക്കുന്നത്, ഇതൊക്കെയാണോ വചനം, ഇതിനേക്കാൾ വലുത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയവനെ അല്ല. ആ സ്വപ്നമാണെ പോലും അതിന് വില കൊടുത്തവനെ എല്ലാ കാര്യത്തിലും ശ്രേയസ് ഉണ്ടായി. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാ. നിങ്ങളും അത് വിലയോടെ കാണുന്നവരാണ്. എല്ലാ വാതിലും തുറന്നാ കിടക്കുന്നത്.
ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഇറങ്ങി റോട്ടിലേക്ക് പോകാം, ചായക്കടയിൽ പോകാം, വണ്ടി സ്റ്റാർട്ടാക്കി പോകാം, ഒരു പ്രശ്നവുമില്ല. ആരും കയ്യെ പിടിച്ച് നിർത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഈ ചൂട് സഹിച്ച് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇരിക്കുവോ? ഇവിടെ എത്ര പുരുഷന്മാരാ, സ്ത്രീകൾ പിന്നെ ഇതൊക്കെ സഹിച്ചത് വരാം. എത്ര സഹോദരന്മാർ, ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയേനെന്ന്. ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ദൈവനാമത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയോടെ കണ്ടു പറയുക, നിങ്ങൾ ഈ കൊടുക്കുന്ന വില പോലും നിങ്ങളുടെ എല്ലാ കാര്യവും ശ്രേയസ് ഉണ്ടാകാൻ കാരണമാവും. നിങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, അവർ തിരിച്ചു വരേണ്ടി വരുമോ? നിങ്ങളിങ്ങനെ പറ, തിരിച്ചു വരേണ്ടി വരുമോ എന്നല്ല പറയണ്ടേ. ഞങ്ങൾ കൊടുക്കുന്ന വിലയെ ഈ ചൂടും ഈ ആവിയും സഹിച്ച് കസേരയില്ല, നിലത്തിരിക്കുന്നു, കാലൊന്നും നീട്ടിവെക്കാൻ പറ്റുന്നില്ല. ഈ കൊടുത്ത ത്യാഗത്തിന് എന്താ ദൈവം തരാൻ പോകുന്ന പ്രതിഫലമെന്ന് വേദപുസ്തകം പറയുന്നു. എല്ലാ കാര്യത്തിലും ശ്രേയസ്സുണ്ടായി. ഏതേലും 4-5 കാര്യത്തിൽ ശ്രേയസ്സുണ്ടായി എന്നല്ല, ഒരു വാക്കവിടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾ പറഞ്ഞേ, എല്ലാ കാര്യത്തിലും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യവും ശ്രേയസ്സാവും. എല്ലാ കാര്യത്തിലും ശ്രേയസ് ഉണ്ടാകും എന്ന് വിശ്വസിച്ച് പറഞ്ഞു. എല്ലാ കാര്യത്തിലും എൻ്റെ കൃഷിയിടം, ജോലി മേഖലകൾ, പഠനം, വിദ്യാഭ്യാസം, കുടുംബജീവിതം, എല്ലാ കാര്യത്തിലും പറഞ്ഞേ ശ്രേയസ് ഉണ്ടാകും. ഹല്ലേലൂയ. ആരോ പറഞ്ഞു ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് ഭയങ്കര സഹനമായിരിക്കും, ഭയങ്കര പ്രതിസന്ധി ആയിരിക്കും, നിന്റെ കാര്യം കട്ടപ്പോകയായിരിക്കും. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കാര്യം കട്ടപ്പോകയാകും എന്നല്ല പറഞ്ഞ്, നിന്റെ ജീവിതം ശ്രേയസ് ഉണ്ടാകും എന്നാ പറഞ്ഞ്, നിനക്ക് അനുഗ്രഹത്തിൽ കയറാൻ പറ്റൂ എന്നാ പറഞ്ഞത്. ഇനി ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം വായിച്ചേ. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ, കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണേ. അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും. സക്സസ് ആയി. ഇപ്പൊ രണ്ടാമത്തെ കാര്യമാ, ദൈവം കൊടുത്ത 2 സ്വപ്നത്തെ വിലയോടെ സ്വീകരിച്ചവൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര സക്സസ് ആയി. മറ്റൊരു വാക്കതാ, എല്ലാം ഭയങ്കര വിജയമാണ്. പുള്ളി തൊട്ടതെല്ലാം പൊന്ന്, തൊട്ടതെല്ലാം മംഗളകരമായി. നിങ്ങൾക്കും ആ ഭാഗ്യം ഉണ്ടാകട്ടെ. ചെയ്യുന്നത്, തൊടുന്നത് അത് നഷ്ടത്തിലേക്ക് പോകാതെ അത് മംഗളകരമായി തീരട്ടെ. പ്രാർത്ഥിക്കണം. നിങ്ങൾ പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, തൊട്ടതൊക്കെ, ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ മംഗളകരമായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി, ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. 2 കാര്യം കേട്ടോ. ഒന്ന് ശ്രേയസ് ഉണ്ടായി, 2 മംഗളകരമായി. ഇത് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതം 1-ാം തീയതി തൊട്ട് നല്ല ശ്രേയസ് ഉണ്ടാകട്ടെ, മംഗളകരമായി തീരട്ടെ. സംഭവിക്കും. വിശ്വാസത്തിൽ പറയുന്നത് യാഥാർത്ഥ്യത്തിൽ വരും. സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അല്ല, ഇത്രയും കാര്യം ശ്രേയസ്സും മംഗളകരമാകാൻ വേണ്ടി പുള്ളി ഒറ്റക്കാലെ തപസ് ചെയ്തിട്ടില്ല, 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടില്ല, 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും എഴുതിയിട്ടില്ല. പുള്ളി 3 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ദൈവത്തെ ആരാധിച്ചു എന്ന് എഴുതിയിട്ടില്ല. ഒറ്റക്കാലെ നിന്ന് പുള്ളി തപസ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ചെയ്തതേ ഉള്ളൂ, ദൈവം കൊടുത്ത 2 സ്വപ്നത്തെ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. നിങ്ങൾക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിങ്ങൾക്ക് വലിയ ത്യാഗപ്രവർത്തികളെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ദൈവം തരുന്ന കുഞ്ഞൊരു വചനത്തെ സ്വീകരിക്കാൻ പറ്റുമോ? അതുമതി നിങ്ങളുടെ ജീവിതം ശ്രേയസ്സാകാൻ. അതുമതി നിങ്ങളുടെ ജീവിതം മംഗളകരമായി മാറാൻ. ഒരു നിമിഷം ഈ 2 കാര്യങ്ങളെ വെച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. 2 കാര്യങ്ങളാണ് കേട്ടത്. ശ്രേയസ് ഉണ്ടായി, അതും അവൻ്റെ ചെയ്യുന്നതൊക്കെ മംഗളകരം. ഇത് ഇവിടെ ഇരിക്കുന്ന 5 പേർക്കല്ല കിട്ടേണ്ടത്, പ്രസംഗിക്കുന്ന എനിക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ജീവിതവും ഇവിടെ ഇരുന്ന് ഈ ബെടാപ്പാട്, ഈ കഷ്ടപ്പാടോടെ എവിടെ ഇരിക്കുന്നത്, ഒരു വില കൊടുത്തിട്ടാണ് എവിടെ ഇരിക്കുന്നത്. വീടും കാറും സൗകര്യങ്ങളൊക്കെയുള്ള നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ കൂഞ്ഞിക്കൂടി ഇരിക്കുന്നത്
നിങ്ങൾക്ക് ഇരിക്കാൻ വാഹനമോ വലിയ വീടൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഉണ്ടേലും വചനം കേൾക്കാനുള്ള ആഗ്രഹത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരാ ശ്രേയസ് ഉണ്ടാകും. എല്ലാം മംഗളകരമായി മാറും. ആ വീട് പണിയാ മംഗളകരമായി മാറും. നിന്റെ പഠിത്തം മംഗളകരമായി മാറും. ആ വിസയ്ക്ക് അപേക്ഷിച്ചുകൊണ്ട് ആ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കാര്യം മംഗളകരമായി മാറും. ആ കാര്യങ്ങൾ ശ്രേയസ് ആർജിക്കാൻ ഇടവരും. എന്നാ കാരണം? ദൈവം കൊടുത്ത കാര്യത്തിന് വില കൊടുത്തവന്റെ ജീവിതം ശ്രേയസായി മംഗളകരമായി മാറി. ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതവും ആ രീതിയിൽ മാറാൻ തുടങ്ങട്ടെ. ഇതേ മാറ്റം ഇന്നും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളുമായി ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാ അധരങ്ങളും തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവേ ശ്രേയസാർജിക്കാൻ മംഗളകരമാകാൻ ഇടയാക്കണമേ. ഈ ജനത്തിന്റെ ജീവിതവും ഭാവിയും ശ്രേയസ്സും മംഗളകരവുമായി തീരട്ടെ. ഈ യുവതി യുവാക്കളുടെ പ്രാർത്ഥനകൾ അപ്രകാരം അനുഗ്രഹിക്കപ്പെടട്ടെ, അപ്രകാരം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. മംഗളകരമായി ശ്രേയസാർജിച്ചു. ഇനി അടുത്തൊരു ഭാഗമാണ് 5-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാമത്തെ ഭാഗം വായിക്കുകയാണ്. അവന്റെ വീട്ടിലും വയലിലുമുള്ള കർത്താവ് ജോസഫിനെ ഓർത്ത് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. എന്തിനെ അനുഗ്രഹിച്ചു? വീടിനെ. ഒരാളല്ലേ ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്ത ഒരൊറ്റയാളാണ്. ഇപ്പോൾ അവനെ അനുഗ്രഹിച്ചു എന്നാണോ അവൻ്റെ വീടിനെ കൂടി അനുഗ്രഹിച്ചു എന്നാണോ? ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളത്. നിങ്ങളെ ഓർത്ത് ദൈവം നിങ്ങളെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ വീടിനെ. നിങ്ങളുടെ വീട് എവിടെയാ? വീട് അങ്ങ് ദൂരാണ്, വീട് ഒത്തിരി അകലെയാണ്. ആ വീടിനെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട് മനസ്സിൽ കണ്ടേ. ആ വീട്ടിൽ നിങ്ങൾ പറയോ ഒരു സ്വസ്ഥതയില്ലല്ലോ, ഒരു സമാധാനമില്ലല്ലോ, എന്നും വഴക്കാണല്ലോ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക്. വചനം കേൾക്കുന്ന എൻ്റെ ജീവിതം കാരണം ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ വീടിനെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹമുള്ള വീടിനെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് കുറച്ചു നേരം മിണ്ടി പറഞ്ഞ് പോകുമ്പോൾ അവർ പറയും, എന്തോ ആ വീട്ടിലുള്ളവരെല്ലാം ഒരു സുഖമില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് അവരുടെ വീട്ടിൽ. എന്നാന്നറിയില്ല, ഒന്നും കണ്ടിട്ടല്ല. ആ ദൈവാനുഗ്രഹമുള്ള വീട്ടിൽ നിന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ മനുഷ്യനെ പിടികിട്ടും, ഇതൊരു അനുഗ്രഹമുള്ള വീടല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു സ്നേഹക്കുറവ് ഇവർ തമ്മിലുണ്ട്, എന്തോ വഴക്കാണ് ഇവിടെ. ഒരാളും പറയാതെ പിടികിട്ടും. ചില വീട്ടിൽ ചെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പറയും, എന്തൊരു സ്നേഹമാണ് അപ്പനും അമ്മയും മക്കളും തമ്മിൽ. അതുപോലെ നമ്മുടെ വീട് ഒന്നായിരുന്നെങ്കിൽ. നിങ്ങളുടെ വീട് ദൈവാനുഗ്രഹം ഉള്ളതാണെന്ന് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പലരും അടക്കം പറയാൻ ഇടവരട്ടെ. നിങ്ങളുടെ വീട്ടിൽ വന്ന് പോകുന്നവർ എന്തോ വലിയ വീടുണ്ട്, എന്തൊരു വീടാ അത്, അതിനകത്ത് മുഴുവൻ ഒരു ഇരുട്ടാ പറയാനിടയാകാതിരിക്കട്ടെ. വീട് ചെറുതാണേലും നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീടാണല്ലോ ഇത്. നിങ്ങളിത് കൊടുക്കണ്ട കേട്ടോ. ജോസഫ് എന്ന വ്യക്തി ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തപ്പം അവനെ മാത്രമല്ല ദൈവം അനുഗ്രഹിച്ച്, അവൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ടോന്ന് ഉറക്കിയൊന്ന് വായിച്ചേ. ജോസഫിനെ ഓർത്തു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ മനുഷ്യർ ഓർത്തില്ലേലും ദൈവം ഓർക്കും. ദൈവം ഓർക്കും. ഓർത്തിട്ട് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. പിന്നെയോ അത്രയും തീർന്നില്ല. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം. അവന്റെ വീടും പറമ്പും പറമ്പിലുള്ളതിന്റെ മേലും ദൈവാനുഗ്രഹമുണ്ടായി. ഇത്രയും വലിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ പുള്ളി 2:30 എഴുന്നേറ്റിട്ടില്ല, 3 മണിക്ക് എഴുന്നേറ്റിട്ട് വലിയൊരു പ്രാർത്ഥന ചൊല്ലിയില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ദൈവം കൊടുത്ത 2 സ്വപ്നത്തെ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവം കൊടുത്ത വചനത്തെ സ്വീകരിക്കുന്നവനെ ദൈവം എല്ലാവരേക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചുയർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നോ ഇത്? എഴുതിയിട്ടുണ്ട്. അവന്റെ പറമ്പിനി
അടുത്തത് 8-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയില്ല. എല്ലാ കാര്യവും ഇപ്പൊ ആരെ ഭരമേൽപ്പിച്ചു? ജോസഫിനെ. എല്ലാ കാര്യത്തിന്റെയും കൺട്രോൾ ഇപ്പൊ ആ മെയിൻ ഇപ്പൊ ആരായി മാറി? ജോസഫ്. ആ വീടിന്റെ മെയിൻ സ്ഥാനത്ത് പുള്ളി എത്തി. ഹല്ലേലൂയ. ഒന്നാമനാകാൻ പുള്ളി ഒന്നും ചെയ്തില്ലല്ലോ, പക്ഷെ ഒന്നാമനായി. ആമേൻ. ഒന്നാമനാകാൻ വേണ്ടി മത്സരിച്ച പലരും ജീവിതത്തിൽ ഒരു സ്ഥാനത്തും എത്തിയിട്ടില്ല. അവർ കളിച്ച് തകർന്ന് തരിപ്പണമായിട്ടേ ഉള്ളൂ. ഇവിടെ ജോസഫ് ആ വീടിൻ്റെ മെയിൻ ആളാകാൻ ഒന്നും ചെയ്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിന് വില കൊടുത്തപ്പം ദൈവം അവനെ ആ വീടിൻ്റെ 1-ാം സ്ഥാനത്തെത്തിച്ചു. ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്ക്, ഒന്നാമനാകാൻ ഒരു കളിക്കും ഒരു രാഷ്ട്രീയത്തിനും ഒരു വലിയ ഒന്നും പോകണ്ട. അതിനെ ആർക്കും ഭാരം വെക്കാനും ഏഷണി പറയാനും കുറ്റം പറയാനും താഴ്ത്തി പറയാനും ഒന്നും പോകണ്ട. നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുക. നിങ്ങളെ ദൈവം ഒരു സ്ഥാനത്തെത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നോ? ഒരു സ്ഥാനത്ത്, കൊള്ളാവുന്ന ഒരു സ്ഥാനത്ത് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കും. അതെത്താനുള്ള കാരണം കഴിവും മാർക്കും സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, നിന്റെ മേൽ കിടക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എങ്ങനെയുണ്ടായതാ? ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തപ്പോൾ. ഹല്ലേലൂയ. അതാ ഒരു കാര്യം കേട്ടെ, ദൈവത്തിനും ദൈവവചനത്തിനും ദൈവീക കാര്യങ്ങൾക്കും വില കൊടുക്കുന്നവന് ശ്രേയസ്സുണ്ടാകും. അവൻ ചെയ്യുന്നത് മംഗളകരമാകും. അവനെ ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നോ? എങ്ങനെ ആ കരം ഉയർത്തി ഉറക്കെ ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജോസഫിന് ഒത്തിരി നാണം കെടേണ്ടി വന്നു. പുള്ളി ആകെ നാണം കെട്ട് ചമ്മിപ്പോയി. എവിടെ വെച്ചാ? മാർക്കറ്റിൽ വെച്ച്, പട്ടണത്തിൽ വെച്ച്. ആ വാക്യം 37-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്നറിയാമോ? ജോസഫിനെ അവർ പൈസയ്ക്ക് ഇസ്മേല്യർക്ക് വിറ്റു. എങ്ങനെ വിറ്റു? അടിമയായി വിറ്റു. പണ്ട് കാലത്ത് പോത്തിനെ വിൽക്കുന്ന മാർക്കറ്റുണ്ട്, ആടിനെ വിൽക്കുന്ന മാർക്കറ്റുണ്ട്, പശുവിനെയൊക്കെ വിൽക്കുന്ന മാർക്കറ്റുണ്ട്. ഇതുപോലെ മനുഷ്യനെ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. വലിയ മുതലാളിമാർ, വലിയ പൈസക്കാർ മനുഷ്യരെ പൈസയ്ക്ക് മേടിച്ചുകൊണ്ട് പോകും. വണ്ണമില്ലാത്തവനെ ഒന്നും മേടിക്കത്തില്ല, നല്ല ശരീരമുള്ള ആരോഗ്യമുള്ള മനുഷ്യരെ മേടിച്ചുകൊണ്ട് പോകും. അത് ഞാൻ വായിച്ചു കേട്ടതനുസരിച്ച് വലിയ മുതലാളിമാർ വന്ന് ശരീരത്തിങ്ങനെ കുത്തി നോക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ പശുവിനെയൊക്കെ അടിച്ചു ഇടിച്ചൊക്കെ നോക്കുന്ന പോലെ മനുഷ്യനിങ്ങനെ കുത്തി, ഇവന് ഉറപ്പുള്ള ശരീരമാണ്, ഇവനെ കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുപ്പിക്കാൻ പറ്റുമോ? അപ്പം നിർത്തുന്നത് വസ്ത്രം ധരിച്ചല്ല, അടിവസ്ത്രം മാത്രം ധരിച്ചായിരിക്കും. ഈ ജോസഫ് എന്ന വ്യക്തി മാർക്കറ്റിൽ നിന്നത് വസ്ത്രം ധരിച്ചല്ല. ഈ വസ്ത്രം സഹോദരന്മാർ വലിച്ചു കീറിക്കൊണ്ട് പോയി. എന്നിട്ട് ഒരു ആടിനെ കൊന്ന് അതിൻ്റെ ചോര മുക്കി പാറപ്പുറത്തിട്ട് ഉണക്കി. എന്നിട്ട് അപ്പൻ ഇത് കൊണ്ടുപോയി കാണിക്കാൻ പോവുക, നിൻ്റെ ഇളയ മകൻ ജോസഫിൻ്റെ ആണോ എന്നൊന്ന് നോക്കിക്കേ എന്ന് പറയാൻ വേണ്ടി നുണക്കഥയുണ്ടാക്കി പോകാൻ ഒരുങ്ങുവാണ്. അപ്പം ഇപ്പോൾ ജോസഫ് നിൽക്കുന്നതും ആ ടൗണിൽ കൂടെ മാർക്കറ്റിൽ കൂടെ പോയതും അർദ്ധനഗ്നനായിട്ടാണ്. വസ്ത്രം പകുതി മുക്കാൽ ഇല്ലാതെയാണ്, അടിവസ്ത്രം മാത്രം ധരിച്ചാണ്. അത് ശരിക്കും ഒരു നാണക്കേടാണ്. ഞാനിങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? നാണം കെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉണ്ടാവും നാണം കെട്ടുപോയവർ. നാട്ടുകാരുടെ മുമ്പിൽ, പള്ളിക്കാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ നാണം കെട്ട ആളുകൾ, നാണം കെട്ടുപോയല്ലോ ഷോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ജോസഫ് ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ നാണം കെട്ടുപോയവനെ ദൈവം ഉണ്ടല്ലോ പിന്നെ അതിലൂടെ നടത്തിച്ചത് രാജാവായിട്ടാണ്. ആമേൻ. പുള്ളി ഒരു വാക്ക് പറഞ്ഞ് അന്നേരെ വരാൻ 1000 ആൾക്കാരുണ്ട്. ഇന്ന് നാണം കെട്ട് നടന്നുപോയ ജോസഫ് പിന്നീട് ദൈവം അവനെ നാട്ടിക്കൂടെ നടത്തിയത് ഭിക്ഷക്കാരനായിട്ടല്ല, രാജാവായിട്ടാണ്. ഇന്നെങ്ങനെയാണ് നിങ്ങൾ നടക്കുന്നത്? അയ്യോ, ഞങ്ങളെപ്പോലെ ഒരു അവസ്ഥ ആർക്കും ഇല്ലല്ലോ, ഞങ്ങളുടെ പിള്ളേർക്ക് എവിടെ എത്താൻ പറ്റിയില്ലല്ലോ. പലരുടെ മുമ്പിലും നാണം കെട്ടുപോയോ? നല്ല ഒരു രാജാവിനെ പോലെ നടക്കാൻ,
നല്ലൊരു കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ അപ്പുറത്തും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നാണം കെട്ട് പോയവരുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഇത് ഓർത്ത് കുറച്ചു നേരം ചിന്തിക്കാനുണ്ട്. ജോസഫിൻ്റെ വസ്ത്രം അവർ അഴിച്ചെടുത്തു എന്നാണോ വലിച്ചു കീറിയെന്നാണോ? വലിച്ചു കീറിയെടുത്ത്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്ക് വസ്ത്രമില്ല, അടിവസ്ത്രം മാത്രമേ ഉള്ളൂ, വസ്ത്രമില്ല, ശരീരം കാണത്തക്ക വിധം ആ പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സമയത്ത് മുതൽ സ്വർഗത്തിലെ ദൈവം ഒരു തുന്നൽക്കാരനോട് വിളിച്ചു പറഞ്ഞു, ഇന്ന വ്യക്തിക്ക് നീ ഒരു രാജാവിൻ്റെ വസ്ത്രം തയ്ക്കണം. അന്നു മുതൽ സ്വർഗം ആരംഭിച്ചു. എന്തിന്? ഈ അർദ്ധനഗ്നനായി നാണം കെട്ടുപോയ ജോസഫിനെ ധരിപ്പിക്കാൻ സ്വർഗത്തിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരു തയ്യൽക്കാരൻ തയ്ക്കാൻ തുടങ്ങി ഒരു രാജകീയ വസ്ത്രം. അതിൻ്റെ അങ്ങനെയായി ആ വാക്ക് പൈസക്കാരിടുന്ന വസ്ത്രമല്ല, റോയൽ മാൻറ്റിൽ എന്നാണ് ആ ഇംഗ്ലീഷ് വാക്ക്. ഇംഗ്ലീഷ് ഡിക്ഷണറി റോയൽ മാൻറ്റിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെയുള്ള കോടീശ്വരന്മാരിടുന്ന വസ്ത്രമൊന്നുമല്ല, രാജാക്കന്മാർ ധരിക്കുന്ന രാജകീയ വസ്ത്രമെന്നാണ് ബ്രാക്കറ്റിട്ടിരിക്കുന്നത്. റോയൽ മാൻറ്റിൽ, രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന വസ്ത്രം. ഇത് ആരെ കൊണ്ട് തയ്പ്പിച്ചു എന്നാണ് ഒരാൾ പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവം കണ്ടു ഈ മനുഷ്യൻ പലരുടെയും മുമ്പിൽ നാണം കെട്ടത്. അന്നു മുതൽ സ്വർഗത്തിലെ ദൈവം ഒരു ഓർഡർ കൊടുത്തു ഭൂമിയിലെ ഒരു തയ്യൽക്കാരന്, നീ ഇന്ന ആൾക്ക് ഇന്ന അളവിൽ അവനൊരു രാജാവിൻ്റെ വസ്ത്രം കൊടുക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ തുന്നിയ വസ്ത്രം ഇന്ന് നാണം കെടേണ്ടി വന്നവനെ പിന്നീട് ദൈവം ധരിപ്പിച്ചത് രാജാവിൻ്റെ രാജകീയ വസ്ത്രമാണ്. സ്വപ്നത്തിൽ ആരും വിചാരിച്ചില്ല പുള്ളി ഇതേ കൂട്ടൊരു ഡ്രസ്സ് ഇട്ട് ഇതിലെ കൂടെ നടക്കൂന്ന്. ആരും വിചാരിക്കുന്നതിനപ്പുറത്ത് നിങ്ങളെ എത്തിക്കാനും നിങ്ങളെ ഈ നടത്താനും ദൈവത്തിന് പറ്റും. പലരും പറഞ്ഞിട്ടുണ്ട്, നീ എവിടെ എത്തില്ല, നീ എവിടെ എത്തത്തില്ല, നിന്റെ കാര്യം പോക്കാണ്, നീ രക്ഷപ്പെടത്തില്ല, നിന്റെ മുഴുവൻ ശാപമാണ്, നീ എവിടെ ചെന്നാലും ക്ലച്ച് പിടിക്കത്തില്ല. അതവർ പറയട്ടെ. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക. ഒരു കാലത്ത് പൊട്ടക്കിണറ്റി കിടന്നവനെ ദൈവം പിന്നീട് നടത്തിയത് രാജാവായിട്ടാണ്. ആമേൻ. ഇന്നത്തെ അവസ്ഥ കണ്ട് ഡിപ്രഷൻ ഒന്നും വേണ്ട, ഈ അവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ആമേൻ, വിശ്വസിക്കുന്നു. ഒരു കാലത്ത് വസ്ത്രം വലിച്ചു കീറി നാണം കെട്ട് തല കുനിച്ചവൻ്റെ ശരീരത്ത് പിന്നെ ദൈവം ഇട്ടത് ഏത് വസ്ത്രമാണെന്നറിയോ? രാജാവിൻ്റെ വസ്ത്രം. സ്വപ്നത്തിൽ പോലും ആരെങ്കിലും വിചാരിച്ച ഇത്രയും വലിയൊരു വസ്ത്രം പുള്ളി ധരിക്കുമെന്ന്? ആരും വിചാരിക്കുന്നതിനപ്പുറമായി, പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നിങ്ങളെ എത്തിക്കാനും രക്ഷപ്പെടുത്താനും നടത്താനും ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്ര നല്ല അനുഗ്രഹം പുള്ളിയുടെ ദേഹത്ത് വരാൻ എന്നാ ഇത്ര കാരണം? രണ്ട് കാരണമുള്ളൂ. ദൈവം കൊടുത്ത 2 സ്വപ്നത്തെ ചവച്ച് തുപ്പി പുള്ളി കളഞ്ഞിട്ടില്ല, പുച്ഛിച്ചിട്ടില്ല. അതിനെ വിശ്വസിച്ച് സ്വീകരിച്ച് എന്തോ പദ്ധതിയുണ്ട്, എന്തോ ഒരു ദൈവാനുഗ്രഹമുണ്ട്. അത് വിശ്വസിച്ചത് കൊണ്ടാ അവൻ്റെ ശരീരത്ത്, അവൻ്റെ ദേഹത്ത് രാജകീയ വസ്ത്രം വരാൻ കാരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വരും. രാജാവാകാനൊന്നും പറ്റിയില്ലേലും, രാജ്യത്തിലെ ഭരണാധികാരിയാകാൻ പറ്റിയില്ലേലും, അധികമായി അനുഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും കയറി വരുന്ന അനുഭവം ഉണ്ടാവും. വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ? ഇന്ന് ചിലപ്പോൾ കടബാധ്യതയാകും, ഇന്ന് ചിലപ്പോൾ പ്രയാസമാകും, ഇന്ന് ഒറ്റപ്പെടലാകും, ഇന്ന് ജീവിത പങ്കാളി അങ്ങനെയാകും. സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിച്ച്, ഒരു നിമിഷം ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് ഇരുന്ന് ഒന്ന് കണ്ണുകളെ അടച്ച്. ഒത്തിരി സത്യമാ, പലയിടത്തും നാണം കെട്ട് പോയിട്ടുണ്ട്. പലയിടത്തും എങ്ങനെ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കും ദൈവമേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പല നാണക്കെടലിൻ്റെ മുമ്പിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചവരും വിചാരിച്ചവരും തീരുമാനിച്ചവരൊക്കെയുണ്ട്. ചിലരൊക്കെ മരിച്ചതുപോലും, ആത്മഹത്യ ചെയ്തത് നാണം കെട്ടിട്ടാണ്. ഇനി എങ്ങനെ ഞാൻ ഈ ഭൂമി ജീവിക്കും, ഇനി എങ്ങനെ പള്ളി പോകും, ഇനി എൻ്റെ കുടുംബക്കാർ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? എന്ത് പ്രയാസമാകട്ടെ,
എവിടെയെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ? ദൈവത്തിനറിയാം നിന്നെ രാജാവായിട്ട് നടത്താൻ കൂടെ. അപ്പുറത്തൊരു അനുഗ്രഹം നിങ്ങളെ തേടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പുറത്തൊരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയത് അപ്പുറത്തുണ്ട്. എന്തുവാ ജോസഫ് ഇങ്ങനെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട് വരാൻ കാരണം? വേറെ ആർക്കും കിട്ടാത്തൊരു അനുഗ്രഹം ഈ വ്യക്തിക്ക് കിട്ടാൻ എന്തുവാ കാരണം? ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവന്റെ ജീവിതവും അനുഗ്രഹമായി മാറി. ദൈവത്തിനും ദൈവത്തിന്റെ കാര്യങ്ങൾക്കും ദൈവവചനത്തിന് വില കൊടുക്കുന്നവരെ വില കൊടുത്ത് അവനെ മാനിച്ചിരിക്കും, അവനെ ഉയർത്തിയിരിക്കും, ഏത് പൊട്ടക്കിണറ്റിൽ നിന്നും അവനെ കയറ്റിയിരിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കുമോ? ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് ചിന്തിച്ചു കേട്ടോ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ജോസഫിന്റെ ജീവിതം എങ്ങനെ ഇങ്ങനെ നന്നാവാൻ കാരണം, പുള്ളിക്ക് എങ്ങനെയാ ദൈവം ഇത്ര അനുഗ്രഹിക്കാൻ കാരണം? ഞാൻ ഒത്തിരി പരിശോധിച്ച് പഠിച്ചപ്പോൾ എനിക്ക് എൻ്റെ സാധാരണ ബുദ്ധിയിൽ മനസ്സിലായി, ആ മനുഷ്യൻ ദൈവം കൊടുത്ത നിസ്സാര സ്വപ്നത്തിന് പോലും വലിയ വിലയാ കൊടുത്തത്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവൻ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് 30 വയസ്സ് മുതൽ 110 വയസ്സ് വരെയുള്ള അവൻ്റെ ജീവിതം രാജാവിനെ പോലെ ജീവിക്കാൻ കാരണമായത്. ഈ വാക്യം കേട്ടെ, ജോസഫ് ദൈവം കൊടുത്ത സ്വപ്നത്തെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ ജീവിതം പൊട്ടിപ്പോയെന്നോ അവൻ്റെ ഭാവിയെല്ലാം പോയെന്നോ കയ്യിലുള്ളത് മുഴുവൻ പോയി പുള്ളി ദരിദ്രനായൊന്നുമല്ല. അവൻ്റെ ജീവിതം ശ്രേയസാർജിച്ചു. അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കി മാറ്റി. അവനെ ഓർത്ത് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലെ വസ്തുവകകളെയും വളർത്തുമൃഗങ്ങളെയും വരെ അനുഗ്രഹിച്ചു. അവനെ ആ നാട്ടിൻ്റെ പ്രമുഖ സ്ഥാനം കൊടുത്ത് ദൈവം അംഗീകരിച്ചു. ആരും വിചാരിക്കുന്നതിനപ്പുറമായി നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, തലമുറയെ അനുഗ്രഹിച്ചുയർത്താൻ ദൈവത്തിനും ദൈവത്തിന്റെ കാര്യങ്ങൾക്കും സ്ഥാനവും വിലയും കൊടുക്കുന്നവനെ ദൈവം ഇതുപോലെ ഇന്നും അനുഗ്രഹിച്ചിരിക്കും. ദൈവം ഇതുപോലെ ഇന്നും എന്നെ അനുഗ്രഹിച്ചിരിക്കും. ജോസഫിന്റെ ദൈവമാ എന്റെയും ദൈവം. ജോസഫിനെ അനുഗ്രഹിച്ച ദൈവത്തെയാ ഞാനും ആരാധിക്കുന്നത്. ജോസഫിനെ രക്ഷപ്പെടുത്തിയ ദൈവത്തെയാ ഞാനും സ്തുതിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, എന്റെ ആരോഗ്യം സമർപ്പിച്ചിരിക്കുന്നത് ഈ ജോസഫിനെ അനുഗ്രഹിച്ച അതേ ദൈവത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. സാധ്യമെങ്കിൽ ഒരു കരം ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ, ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ വീടൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ആ വീട്ടിലുള്ളവർ മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരും പറയാൻ ഇടയാകാതിരിക്കട്ടെ, ഈ വീടിന് എന്തോ ദോഷമുണ്ട്, ഈ വീടിന് എന്തോ തകർച്ചയായി എന്ന് ആരും പറയാൻ ഇടവരാതിരിക്കട്ടെ. എന്തു പറയണം? ഈ വീടിന് എന്തോ ഒരു അനുഗ്രഹമുണ്ട്, ഇവിടെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ട്, ഇവിടെ ദൈവത്തിന്റെ ശക്തി ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഇവിടെ ഒരു സന്തോഷമുണ്ട്, ഇവിടെ നല്ല ഒരു അനുഗ്രഹമുണ്ട്, സമാധാനം ഉണ്ടെന്ന് പറയാൻ ഈടയാകത്തക്ക വിധം നിങ്ങളെ ഓർത്ത്, വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി. ജീസസ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി അടിച്ച് ഒന്ന് ചേർന്ന് പാടുവാണ്. ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, പിന്നെ മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും അങ്ങനെ തന്നെ ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നേ. പാടുമോ? നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. അതുകൊണ്ട് പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, പിന്നെയോ ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെയോ എന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒന്നാം കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ 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 ജീസസ് ജീസസ് ഹല്ലേലൂയ 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 ഗ്ലോറി ജീസസ് ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കാര്യമെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ഓർക്കണം, ഒരു സമയത്ത് അർദ്ധനഗ്നനായി അടിവസ്ത്രം മാത്രം ധരിച്ച് പട്ടണത്തിലെ മാർക്കറ്റിൽ കൂടെ നടന്നു പോയവനെ പിന്നീട് എങ്ങനെയാ ദൈവം ആ നാട്ടിൽ കൂടെ നടത്തിയെന്നറിയാവോ? 41 അധ്യായം 43 വാക്യം വായിച്ചേ. അവൻ തൻ്റെ അതൊന്നും അതിൻ്റെ തൊട്ട് മുകളിലത്തെ വായിച്ചേ. 42 വാക്യം വായിച്ചേ. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. കയ്യിൽ എന്തിടിച്ചു? നോർമൽ മേടിക്കുന്ന ഒരു മോതിരമല്ല, രാജാവിടുന്ന മുദ്രയുള്ള മോതിരം പുള്ളിയുടെ വിരലിലിട്ടു. പിന്നെയോ അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ചുമ്മാ ഉള്ള വസ്ത്രമല്ല, നല്ല വിലയുള്ള പട്ടു സാരി അല്ലെ പട്ടുവസ്ത്രം ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. സ്വപ്നത്തിൽ പുള്ളി വിചാരിച്ചില്ലേ ഈ പൊട്ടക്കിണറ്റിൽ കിടന്നവൻ്റെ കഴുത്തേൽ ഒരു സ്വർണ്ണമാല വരുമെന്ന്. അവിടെ ഇരിക്കുന്ന ചില ആൾക്ക് ആഗ്രഹമാണ് ഒരു സ്വർണ്ണമാലയൊക്കെ ഇടാൻ പറ്റുമോ എന്ന്. ആഗ്രഹമുള്ളവരുണ്ട്. നമ്മൾ ഓർക്കും ഇതൊക്കെയാണ് ആഗ്രഹമെന്ന്. ഇവിടെ ഇരിക്കുന്ന ചില സഹോദരിമാർ, ചില സഹോദരന്മാർക്ക് എനിക്കൊരു സ്വർണ്ണമാല ഇടണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. നോക്ക്, ഇവൻ്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടിച്ചു. പിന്നെയോ അവൻ തൻ്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. അതിലേക്കൂടെ അർദ്ധനഗ്നനായ അടിവസ്ത്രം മാത്രം ധരിച്ച് മാർക്കറ്റിൽ കൂടെ നടന്നവനെ പിന്നീട് ദൈവം നടത്തിയെന്നല്ല 2-ാം രഥത്തിൽ എഴുന്നള്ളിച്ചു എന്നാണ്. ഇന്നത്തെ സാഹചര്യത്തെ മാറ്റി രാജാവിനെ പോലെ ദൈവത്തിന് നിന്നെ നടത്താൻ പറ്റുന്ന ആളുകളിൽ ഈ ഇരിപ്പൊന്നും വെറുതെ ആവില്ല. ഇവിടെ ഇരുന്ന് ഈ ചൂട് സഹിച്ചത് ഒരു പരാതിയാകത്തില്ല. ഇതൊക്കെ നാളെ ഒരു 2-ാം രഥത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ പോകാൻ ഇടയാകുമെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. നിങ്ങൾ ചിന്തിക്ക്, ഒരു സമയത്ത് അർദ്ധനഗ്നനായി റോട്ടിൽ കൂടെ പട്ടണത്തിലൂടെ മാർക്കറ്റിലൂടെ അടിമയായി വിൽക്കപ്പെട്ടവൻ പിന്നീട് രാജാവിനെ പോലെയാണ് നടക്കുന്നത്, അതും രഥത്തിൽ എഴുന്നള്ളിച്ചുവെന്ന്. ഇന്നത്തെ എങ്ങനെ നടന്ന ആളാകട്ടെ, നാളെ ദൈവത്തിന് നിന്നെ അനുഗ്രഹത്തിൽ നടത്താൻ അറിയാം. സകലരും പലരും ബഹുമാനിക്കത്തക്ക വിധം ഒരു സ്ഥാനം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. എന്തുവാകട്ടെ, ഇനി ഒരു കാര്യം കൂടി വായിക്കാനുണ്ട്. നമ്മൾ ചിന്തിക്കും, ദൈവത്തിനും ദൈവത്തിൻ്റെ കാര്യത്തിനും വില കൊടുത്താൽ ആത്മീയമായി മാത്രമേ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ എന്ന്. അല്ല, ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവൻ്റെ കയ്യെ മോതിരം വന്നു. ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവൻ്റെ ശരീരത്ത് പട്ടുവസ്ത്രം വന്നു. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വില കൊടുത്തവൻ്റെ കഴുത്തേൽ ഒരു മാല വന്നു. ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ആ വില കൊടുത്തവനെ ദൈവം എഴുന്നള്ളിക്കാൻ പറ്റിയൊരു വാഹനം കൊടുത്തു. ആത്മീയമായി മാത്രമല്ല ഈ ചൂടും ആവിയും സഹിച്ച് ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ പകുതിയെങ്കിലും ആയിരിക്കും നിങ്ങൾ കേട്ടത്. ആത്മീയമായി മാത്രമല്ല ഭൗതികമായി കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമല്ല അനുഗ്രഹം. ദൈവത്തിൻ്റെ കാര്യത്തിന് വില കൊടുക്കുന്നവനെ ആത്മീയമായി മാത്രം, അവന് പ്രാർത്ഥനയ്ക്കുള്ള ഒരു വരം, കൗൺസിലിംഗുള്ള ഒരു വരം, രോഗശാന്തിക്കുള്ള ഒരു വരം മാത്രമല്ല ദൈവം കൊടുക്കുന്നത്, അവനെ ഭൗതികമായും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു മാല പോലും ഒരു മോതിരം പോലും ഇല്ലാത്തവൻ്റെ കയ്യിൽ രാജാവ് ധരിച്ചിരുന്ന മുദ്രമോതിരം വിരളെ വന്നു. ഒരിക്കലും സ്വപ്നം പോലും വിചാരിച്ചില്ല പട്ടുവസ്ത്രമൊക്കെ ധരിക്കാൻ പറ്റുന്നു. അതിപ്പം വന്നു. ഇത്രയും നല്ല പവൻ, നല്ല വിലയുള്ള സ്വർണ്ണമാല കഴുത്തേലിടാന്ന് പുള്ളി സ്വപ്നത്തിൽ വിചാരിച്ചതെല്ലാം വന്നു. ഒരിക്കലും സഞ്ചരിക്കുകയല്ലെന്ന്, ഒരിക്കലും ഇത്രയും വലിയ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യലെന്ന് വിചാരിച്ചവനെ ദൈവം രാജകീയ വാഹനത്തിൽ ആ പട്ടണത്തിലൂടെ എഴുന്നള്ളിച്ചു. നാണം കെട്ടുപോയോ? എവിടെയെങ്കിലും വീട്ടുകാരുടെയോ, സ്വന്തക്കാർ, ഭാര്യ വീട്ടുകാരും, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ, അയൽവാസിയുടെ മുമ്പിൽ, പള്ളിക്കാരുടെ മുമ്പിൽ, പള്ളിയിലച്ഛൻ്റെ മുമ്പിൽ എവിടെയാണ് നിങ്ങൾ നാണം കെട്ടുപോയത്? നാളെ ഒരു സമയത്ത് ദൈവം നിങ്ങളെ നടത്തിയെന്നല്ല, എഴുന്നള്ളിക്കും. ശ്രദ്ധിക്കത്തക്ക വിധം ശ്രദ്ധിക്കുക. ഒരു കാര്യം പറയാനുണ്ട്. ഒരു ദിവസം പള്ളിയിൽ കുർബാന കഴിഞ്ഞ് പോയപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, അദ്ദേഹം ഒരു പുതിയ വാഹനം മേടിച്ചു.
പുതിയ വാഹനം മേടിച്ചു. സെക്കൻഡ് അല്ല, പുതിയ വാഹനം, നമ്പർ പോലും കിട്ടാത്തൊരു വാഹനം മേടിച്ചു. നല്ല വിലയുള്ള 35 ലക്ഷം രൂപ ഓളം വിലയുള്ള വാഹനമാണ് മേടിച്ചത്. പള്ളി മുറ്റത്ത് കൊണ്ട് കുർബാന കഴിഞ്ഞ് അച്ഛനെ കാത്തു നിൽക്കുക, അത് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പള്ളിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുക, ഇതാരുടെ വണ്ടിയാ? പുള്ളിയുടെ വണ്ടിയാണോ അല്ല വെല്ലോൻ്റെ വണ്ടി ഡ്രൈവറായിട്ട് പുള്ളി വന്നതാണോ? പുള്ളിയുടെ മക്കൾ അവർക്ക് സാലറി കിട്ടിയപ്പോൾ, അവർക്കൊരു ജോലി കിട്ടിയപ്പോൾ പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇന്ന് അയാൾ മേടിച്ചത്. അയാൾ പറയുവാണ്, അച്ചോ ഞാൻ പല വണ്ടി ഒരു നിർത്താൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്, പലരും നിർത്തിയിട്ടില്ല. മഴ വന്നപ്പോൾ ഞാൻ ഒരു നനയാതെ പോകാൻ ഒരു വണ്ടിയായാലും ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു ഓട്ടോറിക്ഷ ആയാലും ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവം ഇന്ന് ഇത് തന്നു. പലരും എന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഇന്ന് വന്ന് കൊതിച്ച കാര്യങ്ങൾ കയ്യിൽ വരും കേട്ടോ. ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നാളെ അത് നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മുടെ നാട്ടുകാര്, പള്ളിക്കാര്, ദേശക്കാര് പണ്ട് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവനൊക്കെ എവിടെ വണ്ടി മേടിക്കും, ഇവനൊക്കെ വീട് പണിയോ? അവരെക്കാൾ വലിയ വീട് ദൈവം നമുക്ക് തരും. അവർ സഞ്ചരിക്കുന്നേക്കാൾ വാഹനത്തിൽ നമ്മൾ സഞ്ചരിച്ചെന്നൊക്കെ വരും. ഹല്ലേലൂയ. ഞാനിത് കുറേ പ്രാവശ്യം വായിച്ചു കേട്ടോ. ഉടുക്കാനൊരു വസ്ത്രം പോലും ഇല്ലാത്തവനെ ദൈവം പട്ടുവസ്ത്രമാണ് ധരിപ്പിച്ച്. കയ്യിലൊരു മോതിരം പോലും ഇല്ലാത്തവനെ രാജാവിൻ്റെ മോതിരം അവൻ്റെ കയ്യെ വന്നത്. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ല വിലയുള്ള സ്വർണ്ണമാല, ഇത്രയും പവൻ വിലയുള്ള നല്ല മാലയെ രാജാവ് ഊരി അവൻ്റെ കഴുത്തേലിട്ടു. രാജാവിൻ്റെ വാഹനത്തിൽ എഴുന്നള്ളിച്ചു. നോക്കൂ, ദൈവം കൊടുത്ത സ്വപ്നത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും വില കൊടുക്കുന്നവനെ ആത്മീയമായിട്ടും മാത്രമല്ല അപ്പുറത്ത് ഭൗതികമായും അനുഗ്രഹിച്ചിരിക്കും. വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനി ഒരു കാര്യം കൂടെ, ഭൗതികമായി അനുഗ്രഹിക്കുമെന്ന് പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. 41-ാം അധ്യായം 49-ാമത്തെ വാക്യം വായിച്ചേ. കടൽക്കരയിലെ മണല് പോലെ, ശ്രദ്ധിച്ചു വായിക്കണം, ദാരിദ്ര്യമുള്ള സമയത്താണ്. കടൽക്കരയിലെ മണല് പോലെ, കണക്കറ്റ ധാന്യം, കണക്കറ്റ, എണ്ണാൻ പറ്റുന്നില്ലെന്ന്, തൂക്കാൻ പറ്റുന്നില്ല, കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. അളക്കാൻ പറ്റാത്തത്രയും ധാന്യവും ഗോതമ്പും വന്നു കൂടി. അളക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി അളവ് അങ്ങ് നിർത്തിയെന്ന്. സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന അതിനൊരർത്ഥമുണ്ട് കേട്ടോ. അളക്കാൻ പറ്റാത്തതുകൊണ്ട്, എണ്ണാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി എണ്ണൽ നിർത്തിയെന്ന്. എപ്പോഴാ സഹോദരന്മാർ മുഴുവൻ അപ്പുറത്ത് പട്ടിണി കിടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നത്തിന് വില കൊടുത്തവൻ ഓരോ ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല. അവന്റെ സമ്പത്ത് വർദ്ധിച്ചോണ്ടായിരിക്കുന്നേ. നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്തും 10,000-ങ്ങളും വീണേക്കാം, എങ്കിലും നിനക്ക് ഓരോ ദാരിദ്ര്യവും ഉണ്ടാവത്തില്ല, ഒരു അനർത്ഥവും ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി 1-ാം തീയതി കേട്ട വചനമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ചിലർ ചിന്തിക്കും, ഇതെന്താ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ഈ ദൈവവചനത്തിൽ കണ്ട കാര്യങ്ങൾ വലിയ വ്യാഖ്യാനിക്കാൻ അറിയത്തില്ലേലും എൻ്റെ അറിവിലും അനുഭവത്തിലും ഞാനിത് നിങ്ങളോട് പറയുക. ദൈവം കൊടുത്ത സ്വപ്നത്തിനെ വില കൊടുത്തവനെ, അവന് കൗൺസിലിങ്ങിലുള്ള 3 വരവും പാട്ട് പാടാനുള്ള 2 വരവും അല്ല കൊടുത്തത്, അവന് സാമ്പത്തികമായി കൂടെ അവൻ്റെ വിരലേലും കയ്യേലും ദേഹത്തും അവൻ്റെ ധാന്യം സാമ്പത്തികമായി കൂടി ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് സാമ്പത്തികം പ്രയാസം കാണുമായിരിക്കാം. ചിലപ്പോൾ 1 രൂപ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ജോസഫിനെ ദൈവം ആത്മീയമായി മാത്രമല്ല ഭൗതികമായും അനുഗ്രഹിച്ചതുപോലെ ഈ വചനം കേൾക്കുന്ന എന്നെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഈ പുള്ളിക്ക് ഇത്രയും വലിയ ഭൗതിക അനുഗ്രഹം വരാൻ പുള്ളി ബിസിനസ്സുകാരൻ വല്ലതായിരുന്നോ? ഇദ്ദേഹം ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ദൈവം കൊടുത്ത സ്വപ്നം, 2 സ്വപ്നത്തെ അത് ഗൗരവമായി കണ്ടതുകൊണ്ട് അവൻ്റെ ജീവിതവും സാമ്പത്തികമായും എല്ലാം കൊണ്ട് ഒരു നല്ല നിലയിലെത്തി. ദൈവത്തിന് വില കൊടുക്കുന്ന, വചനത്തിന് വില കൊടുക്കുന്ന അമ്മമാരോട് അപ്പന്മാരോട് പറയാ, നിങ്ങളുടെ മക്കൾ ഒരു നിലയിലെത്തും, നിങ്ങളുടെ മക്കൾ ഒരു നിലയിലെത്തും. കാരണം അതാ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന വചനം, ഇത് ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണേലും എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ്. അത് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഇനി എന്നാ പറയാനാ, നാളെ എന്നെ പറയാനാ ഉള്ളത്, അടുത്ത വർഷം എന്നാ പറയാനുള്ളത്. ഇതിപ്പോൾ 2-3 വർഷമായി ഞാൻ ഓരോ ദിവസവും ഓർക്കും, നാളെ എന്നാ പറയും. ബൈബിൾ മുഴുവൻ പറഞ്ഞു തീർന്നല്ലോ, ഇനി എന്നാ പറയും. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം പോലെ ഈ വചനം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ആഴ്ച കൊണ്ട് തീരും, അടുത്ത ആഴ്ച ഒന്നും പറയാനില്ല, എന്ത് പറയാനാ ഉള്ളത്.
പക്ഷെ ഇത് സ്വീകരിക്കുന്നവരോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു അനുഗ്രഹവും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തിയവരുണ്ട്. ഇത് നിരന്തരം കേൾക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചോ, ഈ വചനത്തിന് വില കൊടുക്കുന്നവരുടെ നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ ദൈവത്തിന് പറ്റും. ജോസഫ് ഇപ്പം നിൽക്കുന്നത് ഒരു നല്ല നിലയിലാണ്. ഒന്നുമില്ലാണ്ട് നാണം കെട്ട് തലകുനിച്ച് മാർക്കറ്റിൽ നിന്നവനെ രാജാവിൻ്റെ വാഹനത്തിൽ എഴുന്നള്ളിച്ചു എന്നാണ്. അധികമായി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇനി ഒരു നല്ല കാര്യമുണ്ട് കേട്ടോ. ദൈവത്തിനും ദൈവകാര്യത്തിനും വില കൊടുത്ത ഒരാളെ മനുഷ്യര് മറന്നാലും ഉണ്ടല്ലോ, തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ദൈവം നിന്നെ മറക്കത്തില്ല. അത് വലിയ കാര്യമാണ്. പലരും നമ്മളെ മറക്കും കേട്ടോ, പലരും നമ്മളെ മറക്കും. നമ്മൾ ഒത്തിരി പേരെ മറന്നു. പണ്ട് നമ്മുടെ പരിചയത്തിലുണ്ടായിരുന്ന പലരെയും നമ്മളെ മറന്നു, നമ്മളും മറന്നു. മനുഷ്യന്മാരും മറക്കും. നമ്മൾ ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞവർ ആദ്യം മറക്കും. നിന്നെ ഒന്നും മറന്നിട്ടൊരു ജീവിതം എനിക്കില്ലെന്ന് പറഞ്ഞവർ 5-6 മാസം മുമ്പേ നമ്പറും ബ്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞു. അല്ല, പുള്ളി വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ്, ഈ മനുഷ്യൻ പറയുന്ന വലിയ വർത്തമാനമൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കണ്ട കേട്ടോ. മനുഷ്യൻ വേഗത്തിൽ മറക്കും. പക്ഷെ മറക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വചനത്തിൽ പറയാം. വചനത്തിലൊരു കാര്യമുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ 40-ാം അധ്യായത്തിൽ ജോസഫ് ജയിലിൽ കിടക്കുവാണ്. ജയിലിൽ 2 പേരെ കൂടി കൊണ്ട് ഇടിച്ചു. ആരാണ് ജയിലിൽ കിടക്കുന്നത്? പാനപാത്രവാഹകനും പാചകനും. അതായത് രാജാവിന് പാനപാത്രം കൊണ്ട് കൊടുക്കുന്നവനും പുള്ളിയുടെ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടിരുന്ന കുക്കും ജയിലിൽ കിടക്കുക. ഇപ്പം എന്തോ പ്രശ്നത്തിന് പുള്ളി അവരെ പിടിച്ച് ജയിലിട്ടിരിക്കുക. പാചകക്കാരനും പാനപാത്രവാഹകനും ജോസഫ് കിടന്ന ജയിലിൽ കിടപ്പുണ്ട്. ഇവർ 2 പേര് സ്വപ്നം കണ്ടു. ഇത് ജോസഫ് വ്യാഖ്യാനിച്ചു. എന്നിട്ട് ഒരുത്തനോട് പറഞ്ഞു, നാളെ നിന്നെ രാജാവ് മോചിപ്പിക്കും, നീ രാജാവിൻ്റെ അടുത്ത് വീണ്ടും റീ അപ്പോയിൻമെൻറ്റ് നിനക്ക് കിട്ടും, നീ രക്ഷപ്പെട്ടു വന്നോളും എന്ന് ജോസഫ് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അപ്പോൾ ജോസഫ് ഈ മനുഷ്യനോട് പറഞ്ഞു, നിനക്കൊരു നല്ല കാലം വരുമ്പോൾ എന്നെ മറക്കല്ലോട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ നിങ്ങൾ ഇസ്രായേലിൽ പോകുമ്പോൾ എന്നെ മറക്കല്ലോട്ടോ, നിങ്ങൾ അമേരിക്ക നിങ്ങളെ മറക്കുമോ? നിങ്ങളെ മറക്കാൻ പറ്റുമോ? അങ്ങനെ പുള്ളി ഇപ്പം വിളിച്ചിട്ട് എടുക്കുന്ന പോലും ഇല്ല. അവിടെ ചെന്നപ്പോഴേ മറന്നുപോയി. നമ്മളെ ഓർക്കുമെന്ന് പറഞ്ഞവരൊക്കെ അവർക്ക് നല്ല കാലം വന്നപ്പോൾ മറന്നുപോയി. ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ വാക്യം വായിച്ചേ. നല്ല കാലം വരുമ്പോൾ 40-ാം അധ്യായം 14-ാമത്തെ വാക്യം. ജയിലിൽ കിടന്നുകൊണ്ട് ഒരാളോട് ജോസഫ് പറഞ്ഞു, സുഹൃത്തെ, നിനക്ക് നല്ല കാലം വരും കേട്ടോ, നല്ല കാലം വരുമ്പോ എന്നെ മറക്കല്ല് കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരിക്കലും മറക്കത്തൂല. നിങ്ങളെ എങ്ങനെ മറക്കാൻ പറ്റും? പുള്ളി മറന്നു കളഞ്ഞു. അത് എഴുതിയിട്ടുണ്ട് 23-ാമത്തെ വാക്യം. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല. പുള്ളി മറന്നുപോയി. പക്ഷെ പുള്ളി വലിയ കത്തിക്കലൊക്കെ കത്തിച്ചായിരുന്നു, ഞാൻ ഓർക്കൂന്ന് പറഞ്ഞ പുള്ളി മറന്നുപോയി. അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, അവനെ മറന്നു കളഞ്ഞു. എൻ്റെ ഒരു ചോദ്യം, ഈ ഓർക്കും മറക്കൂലെന്ന് പറഞ്ഞവൻ മറന്നുപോയെങ്കിലും ജോസഫ് എങ്ങനെയാ അപ്പുറത്തെ രാജാവായത്? അതിൻ്റെ അർത്ഥം ദൈവത്തിന് വില കൊടുത്തവനെ മനുഷ്യൻ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ലെന്നാ ഇതിന്റെ അർത്ഥം. നമ്മുടെ പ്രിയപ്പെട്ടവർ, കൂടപ്പിറപ്പ്, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ഈ സകലരും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ മറന്നു എന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിന്ന ഒരാള്, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച ഒരാള് ഈ ലോകം മുഴുവൻ മറന്നു എന്ന് പറഞ്ഞാലും തലയ്ക്ക് മുകളിൽ നിന്നും ജീവിക്കുന്ന ദൈവം നിന്നെ മറക്കില്ല. അതിനെങ്ങനെ ഇത് മറന്നില്ലെന്ന് എങ്ങനെയാ മനസ്സിലായത്? ജോസഫ് വിചാരിച്ച് പുള്ളി പോയി എന്നെ സ്വാധീനിച്ച്, രാജാവിനെ സ്വാധീനിച്ച് എന്നെ രക്ഷിക്കുമായിരിക്കും എന്ന ഓർത്തെ പുള്ളി മറന്നുപോയി. എന്നാലും ജോസഫ് അവിടെ കിടന്ന് മരിച്ചു പോയില്ലല്ലോ. ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവനെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും വചനം കേൾക്കുന്ന മാതാപിതാക്കളോട്, അത് ഏതു സമയത്ത് കേൾക്കുന്നവരോടും പറയാം, നിങ്ങളെ ദൈവം മറക്കില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് ഈ കാല് പോലും നീട്ടി വയ്ക്കാൻ പറ്റില്ല. ചൂടുണ്ട്, ആവിയുണ്ട്, പരവേശമുണ്ട്, ദാഹമുണ്ട്, എഴുന്നേറ്റ് പോകാതെ, ഒന്ന് ടോയ്ലറ്റ് പോലും പോകാതെ ഇതിനകത്ത് കടിച്ചു പിടിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഓർക്കുന്നല്ല. ഞാൻ ആർക്ക് വേണ്ടി എവിടെ ഇരുന്ന്? ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി എവിടെ ഇരുന്നത്? അകത്തോ പുറത്തോ മുറ്റത്തോ നിലത്തോ സ്റ്റെയറിന്റെ അവിടെ എവിടെയും ആകട്ടെ, നിങ്ങളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട്, നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ മറന്നാലും
ദൈവം നമ്മളെ മറക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം വന്നത് ആർക്കാ? ജോസഫിന്. എന്താ ഈ പുള്ളിക്ക് ഇത്രയും വലിയ യോഗ്യത? ദൈവം കൊടുത്ത കാര്യത്തിന്, ദൈവം കൊടുത്ത ദർശനത്തിന്, ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവനെ അനുഗ്രഹിച്ചുയർത്തി. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾ മടുത്തു എന്നെനിക്കറിയാം, ക്ഷീണമുണ്ടെന്നറിയാം. ഈ വചനമൊക്കെ നിങ്ങൾ മുഴുവൻ കേട്ടില്ലായിരിക്കാം, പകുതിയായിരിക്കും മനസ്സിലായത്. സാരമില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും കേട്ടാൽ നിങ്ങൾക്കത് അനുഗ്രഹം. എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കൊക്കെ ദൈവത്തിൽ നിൽക്കുന്ന നമുക്ക് ആരും വിചാരിക്കാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ വിചാരിക്കില്ല പുള്ളിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകും. നമുക്ക് ചില ബന്ധങ്ങൾ ഭയങ്കര അനുഗ്രഹമാണ്. നല്ല ബന്ധങ്ങൾ കേട്ടോ, ആ വ്യക്തിയോടുള്ള നല്ല ബന്ധം അതൊരു വലിയ ഭാഗ്യമാണ്. നല്ല ബന്ധങ്ങൾ പൈസയേക്കാൾ വലുതാ, ദൈവാനുഗ്രഹമാ. അത് കളയല്. ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കുക. ജോസഫ് എന്ന വ്യക്തി പൊട്ടക്കിണറ്റ് തള്ളിയിട്ടപ്പോഴും പുള്ളിക്കൊന്നും പറ്റിയില്ല. കാരണം ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു ചെന്ന് വീണത്. ദൈവത്തിൻ്റെ കാര്യത്തിന് നിൽക്കുന്നവരോട് പറയാൻ, പലരും നമ്മളെ കുഴിയിലൊക്കെ തള്ളിയിടും, പക്ഷെ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. ചില അത്ഭുത നടത്തിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ദൈവത്തിൻ്റെ ഇടപെടൽ വരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ അനുഗ്രഹയിലെ ഈ എളിയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ കുഞ്ഞു മുറിക്കകത്ത്, ഈ കുഞ്ഞു ഹാള്, ഇതിനകത്ത് ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടോ? ആരെ കൊണ്ട് പറ്റും? നിലയും വിലയും സൗകര്യങ്ങളും ഒക്കെയുള്ള AC കാറിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റും? ഈ ചൂടിനകത്ത് ഇരിക്കാൻ പറ്റും? നിങ്ങളുടെ വീടുകളിൽ മിക്കതും AC ഉള്ളവരൊക്കെ ഉണ്ടാകാം. നല്ല ശീതീകരിച്ച റൂമിൽ ഇരിക്കുന്ന നമ്മൾ എങ്ങനെ ഈ ചൂടും മനുഷ്യൻ്റെ ആവിയും പരവേശവും വീശിക്കൊണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഇത് നിങ്ങൾ ദൈവത്തിന് കൊടുത്ത വിലയാണ്. മനുഷ്യൻ മറന്നാലും ദൈവം നിങ്ങളെ ഒന്നും മറന്നു കളയില്ല കേട്ടോ. നിങ്ങളെ ദൈവം ഓർക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും. ആത്മീയമായി മാത്രമല്ല കുഞ്ഞുങ്ങളെ, ആത്മീയമായി മാത്രമല്ല, ഭൗതികമായും. നല്ല വീടില്ലാത്തവരുണ്ടോ? നല്ലൊരു വാഹനം ഇല്ലാത്തവരുണ്ടോ? ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ നല്ല വീട് പണിയാനൊക്കെ, നല്ല വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം കൊടുക്കണമേ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ ഭാഗ്യം കൊടുക്കണമേ, നല്ല ഭക്ഷണം ആസ്വദിക്കാൻ ഭാഗ്യം കൊടുക്കണമേ, നിങ്ങളുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കണമേ. ഇന്ന് നമ്മൾ ഓർക്കും, ഇതൊക്കെ നടക്കുവോ? ഇതൊക്കെ ശരിയാകുവോ? ഇങ്ങനെയൊക്കെ നടക്കുവോ? ദൈവത്തിൽ നിൽക്കുന്നവനെ ദൈവം സ്വർണ്ണമാലയിട്ട മാനിച്ചത്, മോതിരം ധരിപ്പിച്ച. നമ്മൾ പറയും പിന്നെ അതൊക്കെ നടക്കുവോ? ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവനെ ആത്മീയമായി മാത്രമല്ല ഇപ്പുറത്ത് ഭൗതികമായും അനുഗ്രഹിച്ചിരിക്കും. വേദപുസ്തകം സാക്ഷിയാണ്. ആ കാലത്ത് മുഴുവൻ ദാരിദ്ര്യവും പട്ടിണിയുള്ളപ്പോൾ ജോസഫ് പറയുക, അളക്കാൻ പറ്റാത്തത് ധാന്യം ഉള്ളത് കൊണ്ട് അളവൊക്കെ നിർത്തിവെച്ചു എന്ന്. അളക്കാൻ കഴിയുന്നതിന് അത്രയും ധാന്യം വന്നുകൂടി. സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്, കണ്ണുകളടയ്ക്ക്. എവിടെയോ കിടന്ന മൈക്ക് പിടിക്കാൻ പോലും പേടിയുള്ള എനിക്ക് ഇത്രയും ഒരു നല്ല കാലം ദൈവം എന്നെ അനുഗ്രഹിച്ചത്, എനിക്ക് ഇത്രയും മാന്യത നൽകിയത് ദൈവമാണ്, ഈ ശ്രേഷ്ഠത നൽകിയ ദൈവമാണ്. എനിക്കറിയാം ദൈവത്തിൽ നിൽക്കുന്നവനെ ആത്മീയമായി മാത്രമല്ല ഭൗതികമായോ അനുഗ്രഹിക്കും. നിങ്ങളെ നല്ല ബിസിനസ് നൽകി ദൈവം അനുഗ്രഹിക്കും. നല്ല തുടക്കം നൽകി ദൈവം അനുഗ്രഹിക്കും. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ മക്കളെ നല്ല ഒരു സ്ഥാനത്തെത്തിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല വീട് തന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല വാഹനം തന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല ആരോഗ്യം തന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. അർദ്ധനഗ്നനായി അടിവസ്ത്രം മാത്രം ധരിച്ച് ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ മാർക്കറ്റിൽ കൂടെ നടന്നവനെ ദൈവം പിന്നീട് നടത്തിയത് രഥത്തിൽ എഴുന്നള്ളിച്ചു എന്നാണ്. രഥത്തിൽ എഴുന്നള്ളിച്ചു. അന്ന് കണ്ട് കളിയാക്കിയവരുടെ മുമ്പിൽ ഇന്ന് തല ഉയർത്തി രാജാവിനെ പോലെയാ. രാജാവിൻ്റെ രണ്ടാം രഥത്തിൽ എഴുന്നള്ളിച്ചു എന്ന് എനിക്കിത് കുറേ പ്രാവശ്യമൊക്കെ പറയണമെന്നുണ്ട്, കുറേ പ്രാവശ്യം ചിന്തിക്കാനുണ്ട്.
അല്ല, ജോസഫ് 3 മണിക്ക് എഴുന്നേറ്റില്ല, 2 മണിക്ക് എഴുന്നേറ്റില്ല, വലിയ ത്യാഗപ്രവൃത്തിയൊന്നും ചെയ്തില്ല. ദൈവം കൊടുത്ത സ്വപ്നത്തിന് വില കൊടുത്തവനെ എന്തേരെയാ ദൈവം വില കൊടുക്കുന്നത്? നിങ്ങൾ കേട്ടോ, ദൈവത്തിൻ്റെ വചനത്തിനും ശുശ്രൂഷയ്ക്കും വില കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എത്ര മഹത്തരമായിട്ടാണ് കാണുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഇതൊരു നഷ്ടമല്ല കേട്ടോ, ഇതൊരു ത്യാഗമാ. കഷ്ടപ്പാടാ, ഇവിടെ വരാൻ ബുദ്ധിമുട്ടാ, ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാ, ശരി തന്നെ. പക്ഷെ ഇത് നഷ്ടമാകത്തില്ല. കാരണം നിങ്ങളെന്ന വ്യക്തി കാരണം നിങ്ങളുടെ മക്കൾ പോലും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാനഡയിലുള്ള നിങ്ങളുടെ മകൻ, അമേരിക്കയിലുള്ള നിങ്ങളുടെ മകൾ, ബാംഗ്ലൂർ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇത് അതിശയോക്തി അല്ല. ഇതാ വേദപുസ്തകം പറയുന്നു, ജോസഫിനെ ഓർത്ത് അവന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു, വീട്ടിലുള്ളവരെ ദൈവം അനുഗ്രഹിച്ചു. ഇത് വേദപുസ്തകത്തിന്റെ ഒരു ഭാഗമാണ്. 2 കരങ്ങളെ ഉയർത്തി പിടിക്കുമോ? കണ്ണുകളെ അടച്ച് സമ്മതിച്ചു. നിങ്ങൾ എത്രയോ ഗൗരവത്തോടെ ഈ വചനം കേട്ടത്. ഞാൻ ഇച്ചിരി പ്രസംഗിച്ചത് ഇച്ചിരി സ്പീഡ് കൂടി പോയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് മനസ്സിലാകും. ദൈവം ഒരിക്കലും ആ കരങ്ങൾ ഉയർത്തി പിടിച്ചിരിക്കും. നിങ്ങൾ ഓർത്തേ, ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചപ്പോഴേ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം, മുദ്രമോതിരം വന്നൂന്നേ. അതേ ദൈവം ഇന്നും അനുഗ്രഹിക്കുന്നേ. കഴുത്തിലൊരു മാല, ഒരു പട്ടുവസ്ത്രം, രാജാവിൻ്റെ വാഹനം. ഭൗതികമായി എത്രമേലാ പുള്ളി അങ്ങ് എത്തിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലും ദൈവ ശുശ്രൂഷയ്ക്കും വില കൊടുത്ത് മടി കൂടാതെ, ചമ്മല കൂടാതെ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മീയമായും മാത്രമല്ല, എന്റെ ദൈവം ഭൗതികമായും എന്നെ അനുഗ്രഹിച്ചു. ആ വിശ്വാസത്തോടെ അധരം തുറന്ന് ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുമോ? ജീസസ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഈ 1-ാം തീയതി ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ചൊന്ന് പാടാം. വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. അതുകൊണ്ട് വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപാ പേരും നദിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപാ പേരും നദിയെ. അനുദിനം നിൻ പദഗതിയെ അടിയനു നിൻ കൃപമതിയെ. അനുദിനം നിൻ പദഗതിയെ അടിയനു നിൻ കൃപമതിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപാ പേരും നദിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപാ പേരും നദിയെ. ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കണ്ണുകളൊക്കെ നടച്ച കരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കേട്ട വചനമുണ്ടല്ലോ, എപ്പോഴേലുമൊക്കെ ഒന്നും കൂടെ വായിക്കണം. ഇത് മതി ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകാൻ. നമ്മളോട് അവർ പറയും, ഇവർ പറയും, ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾക്കൊക്കെ വട്ടാണ്, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. സ്വപ്നം കണ്ടപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞു, ഇതാണോ സ്വപ്നം? നീ ഞങ്ങളെ അങ്ങ് ഭരിക്കുവോ? ഭയങ്കര പരിഹാസമായിരുന്നു. പക്ഷെ ആരാ വിജയിച്ചേ? എല്ലാവരെ പോലെ ഇതൊരു പൊട്ട സ്വപ്നമാണെന്ന് പുള്ളിയും പറഞ്ഞായിരുന്നെങ്കിൽ ഈ അനുഗ്രഹമൊക്കെ കയറി വരത്തില്ലായിരുന്നു. അനുഗ്രഹം വന്നതിനൊരു വഴിയുണ്ട്. ദൈവം നിങ്ങളെ ഓർക്കും. ആരും മറന്നാലും. പലരും അത്ര മിത്രമെന്ന് തോന്നുന്നവരും കൂടപ്പിറപ്പം ജീവിത പങ്കാളി പോലും മറക്കും. മറന്നതുപോലെ നടിക്കും, അഭിനയിക്കും. പക്ഷെ ദൈവം നിന്നെ മറക്കില്ല. തുടക്കത്തിൽ പാടിയൊരു പാട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ലെന്ന്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഒന്നുമില്ലാതെ നാണം കെട്ട് പട്ടണത്തിലെ മാർക്കറ്റിലൂടെ നടന്നവനെ പിന്നീട് ദൈവം നടത്തിയത് രാജാവായിട്ടാണ്. ഈ നടത്തിയെന്നല്ല, എഴുന്നള്ളിച്ചു എന്നാണ്. അത് മനുഷ്യൻ മറന്നപ്പോഴും ദൈവം അവനെ ഓർത്തു. ഇതൊരു വലിയ സമ്പത്താകട്ടോ. മനുഷ്യൻ ഓർക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച ഒടയതമ്പുരാൻ എന്നെ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്.
ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി ഒന്നും കളിക്കണ്ട. ആരുടെയും വഴക്ക് കൂടാനും പൊളിറ്റിക്സ് കളിക്കാനും ഒന്നിനും പോകണ്ട. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പലരും ഒരു സ്ഥാനത്തും എത്തിയിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ നിന്നുകൊണ്ടിരുന്ന പലരെയും ദൈവമോ കൊള്ളാവുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ടുമുണ്ട്. കണ്ണുകളടച്ച് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ചേർന്ന് പറഞ്ഞേ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ആമേൻ.